Hi Ravi, welcome. Sir. Welcome to Sociopreneur. Same to you, sir. Good evening. ഒന്ന് പരിചയപ്പെടുത്താമോ? സർ, ഞാൻ രവി, പരപ്പനങ്ങാടി, മലപ്പുറം ജില്ല. ഓക്കെ. എന്ത് ചെയ്യുന്നു? ഞാൻ ഇപ്പോ ചെയ്യുന്നത് SBI ലൈഫിന്റെ അഡ്വൈസർ ആയിട്ട് പോകുന്നു. ലൈഫ് മിത്ര. ഓക്കെ. രാമനാട്ടുകര ബ്രാഞ്ചിലാണ്. മുമ്പ് ചെയ്തിരുന്നത് ഒരു ഡിസൈനിങ് ഫേമിലായിരുന്നു, ടെക്സ്റ്റൈൽ ഇൻഡസ്ട്രിയിൽ. കൊറോണയ്ക്ക് ശേഷം ഫീൽഡ് മാറിയതാണ്. ഓക്കെ ഓക്കെ. ബേസിക്കലി എന്താണ്, ഡിസൈനർ ആണ് ശരിക്കും? ആയിരുന്നു. അല്ല, എഡ്യൂക്കേഷൻ പഠിച്ചതൊക്കെ ഡിസൈനിങ്, ഫൈനാൻസ് ആണ് പഠിച്ചത്. ഓക്കെ, വെരി ഗുഡ് വെരി ഗുഡ്. തൃശ്ശൂരാണോ പഠിച്ചത്? അല്ല, ഞാൻ കോഴിക്കോട്. ഓക്കെ ഓക്കെ. അവിടെ ഫൈനാൻസ് കോളേജ് ഉണ്ടല്ലോ, തൃശ്ശൂർ ഒരെണ്ണമുണ്ട്, അതുകൊണ്ട് ചോദിച്ചോളൂ. അതെ. ഓക്കെ ഓക്കെ. പിന്നെ സോഷ്യോപ്രനിയറിൽ കോണ്ടാക്ട് ചെയ്യാനുള്ള കാരണം എന്തെങ്കിലും പ്രത്യേകിച്ചുണ്ടോ? ഞാൻ കുറച്ച് ഹെൽത്ത് ഇഷ്യൂസ് ഒക്കെ ആയിട്ട് ഫേസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എന്ത് പ്രായമുണ്ട്? പ്രായം 54. ഓക്കെ. ഒന്നും കൂടുതലൊന്നുമല്ല, ഞാൻ 66 കേട്ടോ. ഫാമിലി? സാറ് എവിടെയാണ്? പ്രോപ്പർ എവിടെയാ? ഞാൻ ചാലക്കുടിയിലാണ്. ഞാൻ പരിചയപ്പെടുത്താം. ഫാമിലി വൈഫും മോനും. മോൻ ഹസ്ബൻഡിനെ പഠിക്കുന്നു. വൈഫ് ഡെയിലി വേജസ് ഒക്കെ ആയിട്ട് ടീച്ചറായിട്ട് പോകും. ന്യൂട്രാണ്. ഗവൺമെന്റ് സ്കൂളിലാ? ഗവൺമെന്റിൽ കിട്ടാറുണ്ട്. ഇപ്പോ ഈ വർഷം കുറച്ച് ന്യൂട്രാണ് ആള്. 1-2 വർഷമായിട്ട് ഞാൻ കുറച്ച് ഹെൽത്ത് ഇഷ്യൂസ് ഫേസ് ചെയ്യുന്നതിനെ കൊണ്ട്. ഓക്കെ. സലാഹുദ്ദീൻ സാർ ഒന്ന് പരിചയപ്പെടുത്താവോ? ഒന്ന് അൺമ്യൂട്ട് ചെയ്തതിന് ശേഷം. ഞാനേ നാട്ടില് പെരിന്തൽമണ്ണയാണ്, മലപ്പുറം ജില്ലയിലെ. ഓക്കെ. ഇപ്പൊ എവിടെ നിന്ന് അറ്റൻഡ് ചെയ്യുന്നത്? ഞാൻ ഇപ്പൊ റിയാദിലുള്ളത്, സൗദിയില്. ഓക്കെ, റൈറ്റ്. ഞാൻ അടുത്ത ബുധനാഴ്ച മുതൽ നാട്ടിലുണ്ടാവും, 20-ാം തീയതി തൊട്ട്. ഓക്കെ ഓക്കെ. റിയാദിൽ എന്ത് ചെയ്യുന്നു? ഞാനിവിടെ ജസ്റ്റ് റെസ്റ്റ് എടുക്കുകയാണ്. ഞാൻ മക്കളെ കൂടെ റെസ്റ്റ് എടുക്കുകയാണ്. ഞാനിവിടെ 40 വർഷം ഇവിടെ ഉണ്ടായിരുന്ന ആളാ. ഓക്കെ. കുട്ടികളുടെ ഒപ്പാണ്? അതെ. ഓക്കെ. എന്തെങ്കിലും സ്പെഷ്യലി ഇത് ഹെൽത്തുമായിട്ട് ബന്ധപ്പെട്ട് എന്തെങ്കിലും ഇഷ്യൂ ആയിട്ട് കോണ്ടാക്ട് ചെയ്താണോ? അല്ല, ഞാൻ തടി 102 കിലോ ഉണ്ട്. ഭക്ഷണം നിയന്ത്രിക്കാൻ കഴിയില്ല. ഭക്ഷണം നന്നായിട്ട് കഴിക്കും. അപ്പൊ അതാണ് വിഷയം. ഓക്കെ. എന്നാ നമുക്ക് ഞാൻ ഇടയ്ക്ക് പരിചയപ്പെടുത്തിക്കോളാം. നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, റൈറ്റ്. ശരി, വന്നു. ഓക്കെ, എന്നാൽ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. എന്നെ ഞാനൊന്ന് ബ്രീഫായിട്ട് പരിചയപ്പെടുത്താം. എൻ്റെ പേര് ഷാജി കുര്യൻ. ഞാൻ ചാലക്കുടിയിൽ നിന്നാണ് ഇപ്പോൾ സംസാരിക്കുന്നത്. ഞാനൊരു ഹെൽത്തുമായിട്ട് ബന്ധപ്പെട്ട് പ്രവർത്തിക്കാനുള്ള കാരണം എന്ന് പറഞ്ഞാൽ, ഞാൻ ചെറുപ്പം മുതൽ സ്പോർട്സിൽ താല്പര്യം ഉണ്ടായിരുന്നു. പക്ഷെ ഞാനിപ്പോൾ 66 ഇയേഴ്സ് ഓൾഡാണ്. ഞാനിപ്പോഴും ഹെൽത്തി ആയിട്ടിരിക്കുന്നു. അതൊരു പ്രകൃതിയുടെ നന്മയായിട്ട് ഞാൻ കാണുന്നു. അതിനുള്ള കുറച്ച് കാരണങ്ങളുണ്ട്, അത് ഞാൻ പറയുന്നുണ്ടാവും. അപ്പൊ ഇത് ഓരോ കുടുംബങ്ങളിലേക്ക് എത്തിക്കുക എന്നുള്ള ഒരു ഉദ്ദേശം കൊണ്ട് ആണ്. ഇതൊരു സോഷ്യോപ്രീനിയർ എന്ന് പറയുന്നത് നമ്മളുടെ ഒരു കമ്മ്യൂണിറ്റിയാണ്, ഒരു കൂട്ടായ്മയാണ്. ഹെൽത്തി ആയിട്ട് ജീവിക്കാനും അതുമാതിരി അത് കാര്യങ്ങൾ മനസ്സിലാക്കി ചെയ്യാനും താല്പര്യമുള്ള വ്യക്തികളുടെ ഒരു കൂട്ടായ്മ. സാധാരണ ഹെൽത്ത് എന്ന് പറയുമ്പോൾ ആൾക്കാർ ഹെൽത്തിനെ കുറിച്ച്, നിങ്ങളിപ്പോൾ യൂട്യൂബിൽ പോയി കഴിഞ്ഞാൽ പലതരത്തിലുള്ള ഈ വീഡിയോസ് കാണാൻ സാധിക്കും. പക്ഷെ ഇവിടെ അതല്ല. നിങ്ങളൊരു കമ്മ്യൂണിറ്റിയിലേക്ക് വന്നുകൊണ്ട് ഹെൽത്തുമായിട്ട് പ്രാക്ടീസ് ചെയ്യുന്ന വ്യക്തികളായിട്ട് ചേർന്ന് നിങ്ങൾക്ക് ഹെൽത്ത് പ്രാക്ടീസ് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് ഇതിനകത്ത് ഏറ്റവും വലിയ പ്രത്യേകത. ഇതൊരു ക്ലാസ് അല്ല. ക്ലാസ് എടുത്ത് നിങ്ങളെ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി വിടുന്ന ഒരു കാര്യമല്ല. ഇതൊരു കമ്മ്യൂണിറ്റിയാണ്. കമ്മ്യൂണിറ്റിയിലേക്ക് വരാനുള്ള ഒരു വെബിനാറാണ് ഞാൻ നടത്താൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഒരു ചെറിയൊരു പ്രസന്റേഷൻ വഴി ഞാൻ എന്താണ്
സോഷ്യോപ്രീനിയർ എന്ന ഈ ഓർഗനൈസേഷൻ അല്ലെങ്കിൽ ഈ കമ്മ്യൂണിറ്റി ചെയ്യുന്നത് എന്ന് നിങ്ങളൊന്ന് മനസ്സിലാക്കുക എന്നാണ് ഈ വെബിനാർ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, വളരെ സന്തോഷത്തോടെ നിങ്ങളെ രണ്ടുപേരെ ഞാൻ ഹാർദവമായിട്ട് സന്തോഷത്തോടെ ഞാൻ സ്വാഗതം ചെയ്യുകയാണ് ഞങ്ങളുടെ ഈ വെബിനാറിലേക്ക്. അങ്ങനെ ഓരോരുത്തരെ ഞങ്ങൾ കോണ്ടാക്ട് ചെയ്ത് അവർക്ക് താല്പര്യമുള്ള ഹെൽത്തിൽ താല്പര്യമുള്ള ആൾക്കാരെയാണ് ഞങ്ങൾക്ക് ഈ ഇത് കാണിച്ചു കൊടുക്കുന്നതും ഞങ്ങളുടെ പ്രവർത്തനങ്ങൾ എന്നാന്നുള്ളതും പറഞ്ഞു കൊടുക്കുകയും ചെയ്യുന്നത്. ഹെൽത്ത് ആൻഡ് വെൽനസ്, ആരോഗ്യവും സൗഖ്യവും നല്ല മഴയായിരുന്നു ഇവിടെ, അതുകൊണ്ടാണ്. ആരോഗ്യവും സൗഖ്യവും പരിശീലിച്ചുകൊണ്ട് സന്തോഷത്തോടെയും സമാധാനത്തോടെയും ജീവിക്കാം. ബേസിക്കലി ഒരു മനുഷ്യന്റെ ഏറ്റവും വലിയ കാര്യമാണ് സന്തോഷവും സമാധാനത്തോടെയും ജീവിക്കുക എന്നുള്ളത്. ആ സന്തോഷത്തോടെയും സമാധാനത്തോടെയും ജീവിക്കാൻ വേണ്ടി അതിൻ്റെ അടിസ്ഥാനമായിട്ടുള്ള 2 കാര്യങ്ങളാണ് നമ്മുടെ ഹെൽത്ത് ആൻഡ് നമ്മുടെ ആരോഗ്യവും സൗഖ്യവും. അപ്പോൾ ആരോഗ്യത്തെക്കുറിച്ച് പറയുമ്പോൾ ആളുകളുടെ ധാരണ ശാരീരികമായിട്ടുള്ള ആരോഗ്യമാണ്. പക്ഷെ അതല്ല. ശാരീരികമായിട്ടുള്ള ആരോഗ്യം കൊണ്ട് മാത്രം ഒരു മനുഷ്യന് സമാധാനത്തോടെ സന്തോഷത്തോടെ ജീവിക്കാൻ സാധിക്കുകയില്ല. അപ്പോൾ അതിലേക്കാണ് ഞാൻ വരുന്നത്. എന്താണ് എന്നുള്ളതിനെ കുറിച്ച് മനസ്സിലായി ഞാൻ നിങ്ങളെ 2 പേരെ ഞാൻ ഇതിലേക്ക് ഒന്ന് ക്ഷണിക്കുകയെന്ന് പറഞ്ഞാൽ ചെറിയൊരു, ഞങ്ങളെന്ന് പറഞ്ഞല്ലോ ഇതൊരു കൂട്ടായ്മയാണ്, നിങ്ങളെ ക്ലാസ് എടുത്ത് വിടാനുള്ളതല്ല. ഇതൊരു പ്രാക്ടിക്കലായിട്ട് പ്രാക്ടീസ് ചെയ്യുന്ന ഒരു സംവിധാനമാണ്. എല്ലാവരും ഈ കമ്മ്യൂണിറ്റിയിൽ അല്ലെങ്കിൽ ഈ സമൂഹത്തിലുള്ള ആൾക്കാരെല്ലാം പ്രാക്ടീസ് ചെയ്യണം. അപ്പം ഞാനൊന്ന് നിങ്ങളൊന്ന് കണ്ണടച്ച് ഡീപ്പ് ബ്രീത്ത് എടുത്തുകൊണ്ട് ഒന്ന് വയ്ക്കാം. മനസ്സും ശരീരവും സന്തോഷത്തോടെ പുഞ്ചിരിച്ചുകൊണ്ട് രാവിലെ എഴുന്നേൽക്കുന്നതായിട്ട് മനസ്സിലൊന്ന് കാണുക. ഞാൻ പറഞ്ഞ് മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. നിങ്ങൾ ഒന്ന് കണ്ണടച്ചുകൊണ്ട് ഇപ്പം തന്നെ കണ്ണടച്ചുകൊണ്ട് രാവിലെ എഴുന്നേൽക്കുന്നതാണ് നിങ്ങൾ മനസ്സിൽ കാണേണ്ടത്. രാവിലെ എഴുന്നേൽക്കുമ്പോൾ നല്ല സന്തോഷത്തോടെയും ഉന്മേഷത്തോടെയും ശരീരവും മനസ്സും ഉന്മേഷത്തോടെ ഒന്ന് പുഞ്ചിരിച്ചുകൊണ്ട് എഴുന്നേൽക്കുന്നതായിട്ട് നിങ്ങൾ ഒന്ന് മനസ്സിൽ കാണാമോ? 1-2 സെക്കൻഡ് ഞാൻ തരുന്നു. കണ്ണടച്ചുകൊണ്ട് നിങ്ങൾ അത് ചെയ്യുക. നിങ്ങൾക്കത് കാണാൻ സാധിക്കും. കാരണം നമ്മൾ കണ്ണടച്ചിട്ട് നമ്മൾ എന്ത് കാണാൻ ആഗ്രഹിക്കുന്നുവോ അത് നമ്മളുടെ മനസ്സിലേക്ക് കൊണ്ടുവന്നു കഴിഞ്ഞാൽ അത് വളരെ എഫക്റ്റീവാണെന്ന് സയൻസ് തെളിയിച്ചിട്ടുള്ള കാര്യമാണ്. ഇപ്പം ഞാൻ ഈ പറഞ്ഞ കാര്യം നിങ്ങൾ എന്നും രാവിലെ ചെയ്തു നോക്കും. ഇതിപ്പോൾ ഏറ്റവും ആദ്യത്തെ ഞങ്ങളുടെ പ്രാക്ടീസാണിത്. ആ പ്രാക്ടീസ് നിങ്ങൾ ചെയ്തിട്ടുണ്ടെങ്കിൽ, ഇപ്പം ഞാൻ ഈ പറഞ്ഞത് കേട്ട് നിങ്ങൾ ചെയ്തിട്ടുണ്ടെങ്കിൽ യു ആർ സക്സസ്ഫുൾ. കാരണം അതുപോലുള്ള ചെറിയ ചെറിയ കാര്യങ്ങളാണ് നമ്മളിവിടെ ഓരോരുത്തരെ കൊണ്ട് പ്രാക്ടീസ് ചെയ്യിപ്പിക്കുന്നത്. പ്രാക്ടീസ് ചെയ്യുന്നത് നിങ്ങളെ കൊണ്ട് പണിയെടുപ്പിക്കുന്ന പോലെ പ്രാക്ടീസ് ചെയ്യുന്നില്ല. നിങ്ങൾ താല്പര്യമുണ്ടെങ്കിൽ അതിലേക്ക് ആകുക എന്നുള്ളതാണ് ഇതിനകത്ത് ഏറ്റവും വലിയ എൻ്റെ ദൗത്യം എന്ന് പറയുന്നത്. എൻ്റെ ദൗത്യം എന്ന് പറഞ്ഞാൽ എൻ്റെ ജീവിതത്തിൻ്റെ പർപ്പസ് അല്ലെങ്കിൽ ഞാൻ ഉദ്ദേശിക്കുന്ന എൻ്റെ മിഷൻ എന്ന് പറയുന്നത് 3 മൂല്യങ്ങളെ അടിസ്ഥാനമാക്കിയാണ്. അത് സ്വാതന്ത്ര്യം, കുടുംബം, സേവനം. എന്താണ് സ്വാതന്ത്ര്യം, കുടുംബം, സേവനം എന്ന് നോക്കാം. ആൾക്കാർ സ്വാതന്ത്ര്യം, ഇന്ന് സ്വാതന്ത്ര്യത്തിനാണ് നമ്മുടെ ഇന്ത്യയിലെ ആൾക്കാർ സ്വാതന്ത്ര്യം എന്ന് പറയുമ്പോൾ ആദ്യമേ നമ്മുടെ ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയതിനെ കുറിച്ചാണ് ആലോചിക്കുക. പക്ഷെ എന്താണ് യഥാർത്ഥത്തിൽ നമ്മളെ ഒരു വ്യക്തിയെ സംബന്ധിച്ച് എന്താണ് സ്വാതന്ത്ര്യം? സ്വാതന്ത്ര്യം എന്ന് പറയുന്നത് നമ്മൾ ഏതൊരർത്ഥത്തിൽ നോക്കിയാലും നമ്മൾക്ക് നല്ല രീതിയിൽ ജീവിക്കാനുള്ള സ്വാതന്ത്ര്യം വേണം, അല്ലേ? നമ്മൾ സന്തോഷത്തോടെ ജീവിക്കാനുള്ള സ്വാതന്ത്ര്യം വേണം. അത് നിങ്ങൾക്കുണ്ടോ? ഒരു ജോലിക്കാരനെ സംബന്ധിച്ച് സന്തോഷത്തോടെ ജീവിക്കാനുള്ള സ്വാതന്ത്ര്യം ഉണ്ടോ? ഒരു ബിസിനസ്സുകാരനെ സംബന്ധിച്ച്, റീറ്റെയിൽ ഷോപ്പ് പോലെ നടത്തുന്ന ആളുകളെ സംബന്ധിച്ച് അദ്ദേഹത്തിന് സ്വാതന്ത്ര്യമുണ്ടോ? അദ്ദേഹത്തിന് കൺട്രോൾ ചെയ്യുന്ന പറഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ സപ്ലയേഴ്സും അദ്ദേഹത്തിൻ്റെ കൺസ്യൂമേഴ്സ് അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ ആരൊക്കെയാണോ അദ്ദേഹം ഡീൽ ചെയ്യുന്നത് അവരുമായിട്ടൊരു ചുറ്റപ്പെട്ട് ഒരു എന്താ പറയുന്നത് ഒരു കൂച്ചുവലങ്ങിലാണ് എല്ലാവരും ജീവിക്കുന്നത്. അതുപോലെ തന്നെ ഒരു ജോലിക്കാരനാണെങ്കിലും നിങ്ങളെ കൺട്രോൾ ചെയ്യുന്നത് നിങ്ങളുടെ ബോസ് ആയിരിക്കും. നിങ്ങൾ ആരൊക്കെ കൂടി ഒന്നിച്ച് നിങ്ങളുടെ ക്യൂലിക്സ് എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ ഒപ്പം ജോലി ചെയ്യുന്ന വ്യക്തികളായിരിക്കും നിങ്ങളെ കൺട്രോൾ ചെയ്യുന്നത്. ഇതിപ്പോൾ ഒരു ഇൻഷുറൻസ് ഫീൽഡിൽ വർക്ക് ചെയ്യുന്നു, ഇക്ക പറഞ്ഞു ഞാൻ സൗദിയിലാണ് വർക്ക് ചെയ്യുന്നത്. നമ്മളെപ്പോഴും ജോലി ചെയ്യുമ്പോൾ ആ ജോലി ചെയ്യുന്ന മേഖലയിൽ നമ്മൾക്കൊരു കൂച്ചുവരം കൊണ്ട് നമ്മളെ എപ്പോഴും കൺട്രോൾ ചെയ്യാൻ ഒരു ആൾക്കാരുണ്ട്. അത് എന്തുകൊണ്ടാണ്? നമ്മളൊരു ജോലിക്കാരനായതുകൊണ്ടാണ്. അപ്പോൾ ബിസിനസ്സുകാരനാണെങ്കിലും അങ്ങനെ ഉണ്ട്. അപ്പോൾ സ്വാതന്ത്ര്യം എന്ന് പറയുന്ന വ്യക്തി സ്വാതന്ത്ര്യം എൻ്റയർലി ഡിഫറെൻ്റ് ആണ്. അതിലേക്ക് ഞങ്ങൾ വരുന്നുണ്ട്. മനുഷ്യൻ എപ്പോഴും ആഗ്രഹിക്കുന്ന സ്വതന്ത്രമായിട്ട് ജീവിക്കാനാണ്. സ്വാതന്ത്ര്യം എന്ന് പറയുന്നത് നമുക്ക് ഇന്ത്യയിൽ എല്ലാവർക്കും എല്ലാ തരത്തിലുള്ള സ്വാതന്ത്ര്യം ഉണ്ട്. നമ്മൾ വ്യക്തിയായിട്ട് ഒരു വ്യക്തി എന്ന നിലയിൽ നമ്മൾ ചിന്തിക്കുക, എന്താണ് സ്വാതന്ത്ര്യം എന്നൊന്ന് ചിന്തിക്കേണ്ടതായിട്ടുണ്ട്. അടുത്തത് എന്ന് പറയുന്നത് പിന്നുള്ളത് കുടുംബമാണ്. എന്താണ് കുടുംബം? നിങ്ങൾ ഓരോരുത്തരും ഓരോ വ്യക്തിയും, നമ്മൾ മലയാളികളെ സംബന്ധിച്ച് പ്രത്യേകിച്ചും അല്ലെങ്കിൽ ഇന്ത്യക്കാരെ സംബന്ധിച്ച് പ്രത്യേകിച്ചും നമ്മളെല്ലാവരും ജീവിക്കുന്നത് നമ്മുടെ കുടുംബത്തിന് വേണ്ടിയാണ്. ഒരു കുടുംബം ഉള്ളതുകൊണ്ടാണ് നമ്മളിങ്ങനെ ജീവിച്ചു പോകുന്നത്. അല്ലെങ്കിൽ എന്താണ്?
ആ ഒരു കുടുംബത്തിന് വേണ്ടി നമ്മൾ വർക്ക് ചെയ്യാനുള്ള നമുക്ക് എന്തെങ്കിലും ഉണ്ട്, നമുക്കൊരു കുടുംബം ഒന്നുണ്ട് എന്നുള്ള ഒരു തോന്നൽ കൊണ്ടാണ് നമ്മൾ ജീവിക്കുന്നത് തന്നെ, നമ്മൾ ജോലി ചെയ്യുന്നത് തന്നെ. അപ്പൊ നമ്മുടെ ബേസിക് എന്ന് പറയുന്നത് നമ്മുടെ കുടുംബമാണ്. ഇനി അടുത്തത് എന്താണ്? അടുത്തതെന്ന് പറയുന്നത് സേവനമാണ്. എന്താണ് സേവനം? അത് ഒന്നും മനസ്സിലാക്കേണ്ട. ഞാൻ നിങ്ങളെ ഒരു പഠിപ്പിക്കുകയല്ല, നിങ്ങൾക്ക് അറിയാവുന്ന കാര്യങ്ങളാണെങ്കിൽ തന്നെ നമ്മൾ ഇതിനെക്കുറിച്ച് അറിഞ്ഞിരിക്കേണ്ടതായിട്ടുണ്ട്. എന്താണ് സേവനം? സേവനം എന്ന് പറയുന്നത് നമ്മൾ ഈ ജീവിക്കുന്ന മേഖലയിൽ ജീവിക്കുമ്പോൾ പലതരത്തിലുള്ള സേവനങ്ങൾ എടുക്കുന്നുണ്ട്. എന്താണ്? നമ്മൾ ഭക്ഷണം കഴിക്കുന്നുണ്ട്. ഏതൊരു കൃഷിക്കാരൻ അദ്ദേഹം കൃഷി ചെയ്തുണ്ടാക്കുന്ന സാധനമാണ് നമ്മൾ ഭക്ഷിക്കുന്നത്. നമ്മൾ ഡ്രസ്സ് ധരിക്കുന്നുണ്ടെങ്കിൽ അതും ഏതോ ഒരു മില്ലുടമ അത് ഉണ്ടാക്കിയതുകൊണ്ടാണ് നമ്മൾ ആ ഡ്രസ്സ് ധരിക്കുന്നത്. അങ്ങനെ നിങ്ങൾ ഏതൊരൊന്നും എടുക്കാതാലും രാവിലെ മുതൽ വൈകുന്നേരം വരെ നിങ്ങൾ ഉപയോഗിക്കുന്ന ഓരോന്നും നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും. നിങ്ങൾ ഒത്തിരി പലതരത്തിലുള്ള സേവനങ്ങൾ നിങ്ങൾ നേടുന്നുണ്ടെന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അതുപോലെ തന്നെ നമ്മളും മറ്റുള്ളവർക്ക് ആ സേവനം കൊടുക്കേണ്ടതായിട്ടുണ്ട്. ആ സേവനം അങ്ങനെയാണ് നമുക്ക് വരുമാനം കിട്ടുന്നത്. അതും ആ തിയറിയിലേക്ക് പോയി കഴിഞ്ഞാൽ വളരെ ഡീപ്പായിട്ട് നമ്മൾ പോകേണ്ടതായിട്ടുണ്ട്. അപ്പോൾ നമ്മൾക്ക് സേവനം എന്ന് പറയുന്നത് നമ്മൾ കൊടുക്കുകയും ചെയ്യണം, നമ്മൾ ഒത്തിരി സ്വീകരിക്കുന്നുണ്ടെന്നുള്ളത് രാവിലെ മുതൽ വൈകുന്നേരം വരെ നിങ്ങൾ ഉപയോഗിക്കുന്ന ഓരോ കാര്യങ്ങൾ എടുത്തു നോക്കിക്കഴിഞ്ഞാലും നമ്മൾ സേവനം സ്വീകരിക്കുന്നുണ്ട്. അപ്പൊ നമ്മൾ എത്രമാത്രം സേവനം മറ്റുള്ളവർക്ക് കൊടുക്കുന്നുണ്ടെന്നുള്ളത് കൂടി ഒന്ന് ചിന്തിക്കേണ്ടതായിട്ടുണ്ട്. അപ്പൊ ഇതൊക്കെ പറയുന്നത് ഇത് ഹെൽത്തുമായിട്ട് എന്താണ് ബന്ധം എന്ന് നിങ്ങൾ ചിലപ്പോൾ ചിന്തിക്കുന്നുണ്ടാവും. ബന്ധമുണ്ട്. കാരണം എൻ്റെ മിഷന്റെ അടിസ്ഥാനം എന്ന് പറയുന്നത് ഈ സ്വാതന്ത്ര്യം, കുടുംബം, സേവനവും ആയിട്ട് ബന്ധപ്പെട്ടാണ്. നിങ്ങൾക്കറിയാമോ, വെൽനസ് പ്രാക്ടീസ് ചെയ്യുന്ന കുടുംബങ്ങളിൽ, വെൽനസ് എന്ന് പറയുന്ന സൗഖ്യം പ്രാക്ടീസ് ചെയ്യുന്ന കുടുംബങ്ങളിൽ ഏകദേശം 40% ടെൻഷൻ അല്ലെങ്കിൽ ആ സ്ട്രെസ് കുറവായിട്ട് സയൻസ് കണ്ടെത്തിയിട്ടുണ്ട്. അത് റിസർച്ചിൽ കണ്ടെത്തിയാണ്. അതായത് വെൽനസ്, വെറും സൗഖ്യം പ്രാക്ടീസ് ചെയ്യുന്ന, ഇപ്പം നിങ്ങൾക്ക് ഞാൻ ചെറുതായിട്ടൊരു കാര്യം പറഞ്ഞല്ലോ, ഒന്ന് കണ്ണടച്ചിട്ട് നിങ്ങൾ ഒരു കാര്യം ചിന്തിക്കാൻ പറഞ്ഞു, ഒരു നല്ല കാര്യം ചിന്തിക്കാൻ പറയുമ്പോൾ അത് ഒരു വെൽനസ് പ്രാക്ടീസ് ആണ്. നമ്മളുടെ ആ സൗഖ്യം പ്രാക്ടീസ് ചെയ്യുന്നതിൻ്റെ ഒരു ഭാഗമായിട്ടാണ്. ആ സൗഖ്യം പ്രാക്ടീസ് ചെയ്യുമ്പോൾ തന്നെ നമുക്ക് വ്യത്യാസം വരും. ഒരു കുടുംബത്തിൽ ഒരു വ്യക്തി സൗഖ്യം പ്രാക്ടീസ് ചെയ്യാൻ തീരുമാനിച്ചു കഴിഞ്ഞാൽ അവർക്ക് ആ രീതിയിലുള്ള കുടുംബത്തിൽ സ്ട്രെസ് ഒരു വ്യക്തി പ്രാക്ടീസ് ചെയ്യാൻ, ഇപ്പോൾ ഒരു 5 പേരുള്ള ഒരു കുടുംബത്തിലാണെങ്കിൽ ഒരു വ്യക്തി ഈ പറയുന്ന വെൽനസ് അല്ലെങ്കിൽ സൗഖ്യം പ്രാക്ടീസ് ചെയ്ത് കഴിഞ്ഞാൽ ആ കുടുംബത്തിൽ 40% സ്ട്രെസ്, ഓരോ കുടുംബത്തിലും പല പ്രശ്നങ്ങളുടെയും കാരണം സ്ട്രെസ് ആണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം, ആ സ്ട്രെസ് കുറയ്ക്കാൻ സാധിക്കും. ഈ സ്ട്രെസ്സാണ് പല ആളുകൾക്കും ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നത്. അപ്പൊ ഞാൻ അതിലേക്കാണ് വരുന്നത്, എന്തുകൊണ്ട് ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നു എന്നുള്ളതാണ്. എൻ്റെ മിഷൻ എന്ന് പറയുന്നത് ഞാൻ വളരെ ആത്മാർത്ഥതയോടുകൂടി നിങ്ങളോട് പറയുകയാണ്. ഞാനിവിടെ ആയിരിക്കുന്നത് ഓരോ കുടുംബത്തിലേക്കും സന്തോഷവും സമാധാനവും എത്തിക്കുക. അതിന് ഏറ്റവും ബേസിക് ആയിട്ടുള്ളതെന്ന് പറഞ്ഞാൽ ആരോഗ്യമാണ്. ഓരോ കുടുംബത്തിലുള്ള, ഇപ്പം നമ്മൾ അഞ്ച് വ്യക്തികൾ നമ്മുടെ കുടുംബത്തിൽ, ഭാര്യയും ഭർത്താവും മക്കളും ഉണ്ടെങ്കിൽ അവർക്കെല്ലാവർക്കും ആദ്യത്തെ പ്രശ്നം എന്ന് പറയുന്ന ആൾക്കാർ ആരോഗ്യത്തോടെ ഇരിക്കുമ്പോഴാണ് ആളുകൾക്ക് കുടുംബത്തിലൊരു സന്തോഷം ഉണ്ടാകുക. ആ ആരോഗ്യം എത്തിച്ചു കൊടുത്തുകൊണ്ട് സന്തോഷത്തോടെയും സമാധാനത്തോടെയും ജീവിക്കാൻ സഹായിക്കുക എന്നുള്ളതാണ് എൻ്റെ മിഷൻ, എൻ്റെ ദൗത്യം എന്ന് പറയുന്നത്, ജീവിത ലക്ഷ്യം എന്ന് പറയുന്നത് അതാണ്. നിങ്ങൾ നോക്കുക, നിങ്ങളിപ്പോൾ ഇവിടെ എന്നെ പരിചയമില്ലല്ലോ, നിങ്ങൾക്ക് ഞാൻ പരിചയമുള്ള ഒരു വ്യക്തിയല്ല. നിങ്ങൾ എന്തോ കണ്ടിട്ട് ഇവിടെ വന്നിരിക്കുന്നു. ഇതൊരു ആക്സിഡന്റലി സംഭവിച്ച ഒരു കാര്യമല്ല, നിങ്ങൾ എന്തോ ആകസ്മികമായിട്ട് സംഭവിച്ചിവിടെ വന്നിരിക്കുന്ന കാര്യമല്ല. ഇതൊരു പ്രകൃതി നിയമമാണ്. നിങ്ങൾ മനസ്സിൽ എന്ത് ആഗ്രഹിക്കുന്നോ അതിലേക്ക് നമ്മളെ എത്തപ്പെടും. അതെനിക്ക് സംഭവിച്ചിട്ടുള്ള കാര്യമാണ്. നിങ്ങൾ എന്താ മനസ്സിൽ ആഗ്രഹിക്കുന്നു ആ കാര്യത്തിലേക്ക് എത്തുക എന്നുള്ളത് പ്രകൃതി നിയമമാണ്. അപ്പൊ ഇത് ഒരു ആക്സിഡന്റ് അല്ല. നിങ്ങളുടെ ഉള്ളില് സന്തോഷമോ സമാധാനമോ ആരോഗ്യമോ എന്തെങ്കിലും ഒരു കാരണമുള്ളത് കൊണ്ടാണ് നിങ്ങൾ ഇന്നിവിടെ ആയിരിക്കുന്നതിന്റെ കാരണം. ഇനി ഞാൻ എന്നെ പരിചയപ്പെടും. ഇതാണ് എൻ്റെ അടിസ്ഥാനമായിട്ട് ചെയ്യുന്ന കാര്യങ്ങൾ എന്ന് പറഞ്ഞതിന് ശേഷം ഞാൻ എന്നെ പരിചയപ്പെടുത്താറുണ്ട്. എൻ്റെ കരിയർ സ്റ്റാർട്ട് ചെയ്യുന്ന പറഞ്ഞാൽ, ഞാൻ ഇന്ത്യൻ എയർഫോഴ്സിൽ വർക്ക് ചെയ്തിട്ടുണ്ട്, ഖത്തർ എയർഫോഴ്സിൽ വർക്ക് ചെയ്തിട്ടുണ്ട്. ഞാനിപ്പോൾ ഒരു 26 വർഷമായിട്ട് ഒരു റീറ്റെയിൽ ഷോപ്പ് നാട്ടിൽ ചാലക്കുടിയിലാണ് എൻ്റെ വീട്. ഞാൻ വളരെ ചെറുപ്പത്തിൽ തന്നെ, സ്കൂളിൽ പഠിക്കുമ്പോൾ തന്നെ സ്പോർട്സിലൊക്കെ താല്പര്യമല്ല, ഞാൻ അത്ര പഠിക്കാനൊന്നും മിടുക്കനായിരുന്നില്ല. ഞാനൊരു 6 പെങ്ങന്മാരുടെ ഇടയിൽ ഒരേ ഒരു അന്തരിയായിട്ട് വന്നതാണ്. അതുകൊണ്ട് അത്രമാത്രം എനിക്ക് പ്രഷറുണ്ട്. പ്രഷർ എന്ന് പറഞ്ഞാൽ ഞാനൊരു ഇൻട്രോവേർട്ട് ആയിരുന്നു, പെണ്ണുങ്ങളുടെ കൂടെ വളരുമ്പോഴുള്ള പ്രശ്നം. അതുകൊണ്ട് നാട്ടുകാരൊക്കെ പറഞ്ഞു, പേരൻസിനോട് പറയായിരുന്നു, ഒന്നുള്ളതിനെ വലക്കത്തടിക്ക് മുട്ടി വളർത്തണം എന്നൊക്കെ പറയുന്ന ഒരു സിറ്റുവേഷൻ ഉണ്ടായിരുന്നു. അങ്ങനെയൊന്നും ചെയ്തില്ലെങ്കിൽ കൂടി എനിക്ക് ആ ഒരു ഇൻട്രോവേർട്ട് വന്നു. പക്ഷെ എൻ്റെ ഡ്രിൽ മാഷ് എനിക്ക് ഒരു സ്കൂളിൽ, അന്നാണ്
സ്കൂളിൽ കായിക കലോത്സവങ്ങളൊക്കെ നടക്കുന്ന ഒരു കാലഘട്ടം. ഇറ്റ് വാസ് ഇൻ 70s. ആ 70s നടക്കുന്ന സമയത്താണ് ഇത് സംഭവിക്കുന്നത്. അന്ന് ഞങ്ങളുടെ സ്കൂൾ മാഷ് ഒരു ഫിസിക്കൽ എഡ്യൂക്കേഷൻ ടീച്ചറെ, ഒരു നന്നായിട്ട് ട്രെയിനിങ് അറിയാവുന്ന ഒരു ടീച്ചറെ ഞങ്ങൾക്ക് കോച്ചിങ്ങിന് വെച്ചു. ഞങ്ങളുടെ സ്കൂളിലുള്ള കുറെ ആൾക്കാർ കോച്ചിങ്ങിൽ ആളെ പറഞ്ഞു വിട്ട് ഹൈസ്കൂളിൽ ഞങ്ങൾക്കൊരു ട്രെയിനിങ് തന്നു. അവിടെയാണ് എൻ്റെ ആദ്യത്തെ എൻ്റെ ഒരു ജീവിതത്തിലെ ഒരു മാറ്റം എന്ന് പറയുന്നത്. നിങ്ങളുടെ പഴയ കാലം ഒന്ന് ചിന്തിച്ചു കഴിഞ്ഞാൽ ജീവിതത്തിൽ ഓരോ പ്രശ്നങ്ങൾ വരുമ്പോഴാണ് ആളുകൾക്ക് മാറണം എന്ന് ചിന്തിക്കുന്നത്. എല്ലാ കാര്യങ്ങളും അങ്ങനെയാണ്. നമുക്ക് പ്രശ്നം, ഈ പ്രകൃതി ആളുകൾക്ക് പ്രശ്നം തന്നിരിക്കുന്നത് അവർക്ക് നന്മയ്ക്ക് വേണ്ടിയാണ്. ആ നന്മ എന്ന് പറയുന്നത് അവർ മാറാൻ വേണ്ടിയാണെന്നുള്ളത് നമ്മൾ ആദ്യമേ മനസ്സിലാക്കണം. പഠിക്കാൻ എനിക്ക് ഒരു താല്പര്യം ഉണ്ടായിരുന്നില്ല പഠിക്കാൻ. പക്ഷെ എൻ്റെ മാത്തമാറ്റിക്സ് പഠിപ്പിച്ചിരുന്ന ഒരു ടീച്ചർ ചൂരൽ വടി കൊണ്ടൊരു പ്രയോഗം നടത്തിയതിനു ശേഷമാണ് ക്ലാസ്സിൽ ശ്രദ്ധിക്കാൻ, അതും 6th സ്റ്റാൻഡേർഡ് എത്തിയതിനു ശേഷമാണ്. അങ്ങനെ അന്ന് മുതൽ ഞാൻ പഠിക്കാൻ ശ്രദ്ധിച്ചു. മാത്തമാറ്റിക്സ്, ഫിസിക്സ്, കെമിസ്ട്രിയിലൊക്കെ എനിക്ക് മിടുക്കനായിരുന്നു. പക്ഷെ ഈ ലാംഗ്വേജ് എനിക്ക് ഭയങ്കര പ്രശ്നമായിരുന്നു. അങ്ങനെ ഇരുന്ന ഞാനാണ് പിന്നെ ഞാൻ ഇന്ത്യൻ എയർഫോഴ്സിൽ ജോയിൻ ചെയ്തു. അവിടെ എനിക്ക് ഒരു എഞ്ചിനീയറിംഗ് സർട്ടിഫിക്കറ്റ് ഇന്ത്യൻ എയർഫോഴ്സിൽ കിട്ടിയിട്ടുണ്ട്. അപ്പൊ അതിനുശേഷം ഖത്തർ എയർഫോഴ്സിൽ ഒരു 9 വർഷം വർക്ക് ചെയ്യാനുള്ള ചാൻസും എനിക്ക് കിട്ടി. എനിക്കിപ്പോൾ റിട്ടെയിൽ ഷോപ്പ് നടത്തും. ഞാൻ ഇത് പറയാനുള്ള എന്റെ കാരണം എന്ന് പറഞ്ഞാൽ, ഒരു സാധാരണക്കാരനെ, ഞാൻ വളരെ ചെറുപ്പത്തിൽ തന്നെ സെൻട്രൽ ഗവൺമെന്റ് ജോലി കിട്ടി. അതിനുശേഷം എല്ലാ മലയാളികളും ആഗ്രഹിക്കുന്നവര് ഒരു ഗൾഫില് ജോലി ചെയ്തു. അതിനുശേഷം ഞാൻ എല്ലാ ജോലിക്കാരുടെയും വലിയ ആഗ്രഹമാണ് എങ്ങനെയും ജോലി വിട്ടിട്ട് ഒരു ബിസിനസ് ചെയ്യണം. അപ്പൊ ഞാനൊരു റീറ്റെയിൽ ഷോപ്പ് ചെയ്തു. അപ്പോൾ ഞാൻ സ്വതന്ത്രനായോ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇല്ല. കാരണം ഇതൊക്കെ മനസ്സിലാക്കുന്നത് ഇപ്പോഴാണ്. 1 മിനിറ്റ് നിങ്ങൾക്ക് കേൾക്കുന്നുണ്ടോ? അത് കൈ കാണിക്കാവോ? നല്ല മഴയാണ്, ഞാൻ പറയുന്നത് കേൾക്കുന്നുണ്ടോ? ഓക്കെ. നല്ല മഴയായതുകൊണ്ട് പുറമേ നിന്ന് നല്ല സൗണ്ട് ഉണ്ട്. ഓക്കെ. അപ്പൊ ഇതാണ് എന്റെ ബേസ് എന്ന് പറയുന്നത്. അപ്പൊ അതിനുശേഷം ഖത്തറിൽ വർക്ക് ചെയ്യുന്ന സമയത്താണ് ഞാൻ കല്യാണം കഴിക്കുന്നതും. എനിക്ക് വൈഫ് വരികയും, ഞങ്ങള് ഫാമിലി ആയിട്ടാണ് അവിടെ താമസം. കല്യാണം കഴിച്ചുകൊണ്ട് തന്നെ വലിയ പ്രശ്നമൊന്നും ഉണ്ടായിരുന്നു. കുറെ കഴിഞ്ഞപ്പോൾ ഫാമിലിയിൽ ചെറിയ പ്രശ്നങ്ങളൊക്കെ തുടങ്ങി കഴിഞ്ഞപ്പോഴോ അതും ആ പ്രശ്നം എനിക്ക് തന്നത് വളരെ നന്മയായിട്ട് ഞാനിപ്പോൾ കാണുന്നു. അന്ന് എനിക്ക് ഭയങ്കര വിഷമമായിരുന്നു. ഫാമിലിയിൽ വൈഫായിട്ടുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ ആൾക്കാരെല്ലാവരും ചില ആൾക്കാരൊക്കെ ആത്മഹത്യ ചെയ്യുന്നു പറയുന്നു. പക്ഷെ അതൊന്നും സംഭവിച്ചില്ല. പക്ഷെ ഞാൻ ഇപ്പോ കാര്യങ്ങൾ പഠിച്ചു കഴിഞ്ഞപ്പോൾ ഇതെല്ലാം പ്രകൃതി പ്രശ്നങ്ങൾ ആളുകൾക്ക് തരുന്നത് വളരെ നന്മയ്ക്കാണെന്ന് മനസ്സിലാക്കുന്ന സ്ഥിതിയിലേക്ക് എനിക്ക് എത്താൻ സാധിക്കും. അതാണ് എന്റെ ഹെൽത്തിന്റെയും എന്റെ സന്തോഷത്തിന്റെയും ബേസ് എന്ന് ഞാൻ പറയുന്നത്. കാരണം എന്ന് പറഞ്ഞാൽ ഓരോ പ്രശ്നങ്ങൾ പ്രകൃതി നമ്മൾക്ക് തരുന്നതിന് നമ്മൾക്ക് രക്ഷപ്പെടാൻ വേണ്ടിയാണ്, മാർഗങ്ങൾ തേടാനാണ് എന്നുള്ളൊരു തിരിച്ചറിവിലേക്ക് ഞാൻ എത്തി. അപ്പൊ അങ്ങനെ ഞാൻ വിഷമിച്ചിരിക്കുന്ന സമയത്താണ് ഖത്തറിൽ ഒരു പേഴ്സണാലിറ്റി ഡെവലപ്മെന്റ് കോഴ്സ് വരുന്നത്. ഒരു സിംഗപ്പൂരിൽ നിന്ന്, തമിഴ് സംസാരിക്കുന്ന ഒരു ആളാണ്. സിംഗപ്പൂരിൽ നിന്ന് അയാൾ ഖത്തറിൽ ഒരു പരസ്യം കൊടുക്കുന്നു. നിങ്ങൾ ഈ കോഴ്സ് അറ്റൻഡ് ചെയ്തുള്ള നിങ്ങളുടെ കുടുംബജീവിതം മെച്ചപ്പെടുത്തും എന്നുള്ള ഒരു പരസ്യമാണ് ഞാൻ കണ്ടത്. അന്ന് ഞാൻ 1000 റിയാൽ എന്ന് പറഞ്ഞാൽ അന്ന് ഖത്തറിൽ ഒരു 12,000 റുപ്പീസ്, 12,000 രൂപയുടെ കോസ്റ്റ് വരുന്നുണ്ട്. അത്രയും കാശ് മുടക്കി ഞാനും വൈഫും ഏകദേശം 25,000 റുപ്പീസ് മുടക്കി ഞാൻ ക്ലാസ് അറ്റൻഡ് ചെയ്യുന്നു. അപ്പൊ എന്റെ കൂടെ വന്നവർക്ക് പറഞ്ഞു, നിനക്ക് എന്നെ വട്ടാണ്, ഓരോ തട്ടിപ്പുമായിട്ട് ആൾക്കാർ പല സ്ഥലത്ത് ഇറങ്ങി വരും നമ്മളുടെ കാശ് പിടുങ്ങാൻ വേണ്ടിയെന്ന്. പക്ഷേ ഞാൻ നിങ്ങളോട് ആത്മാർത്ഥമായിട്ട് പറയട്ടെ, അവിടെയാണ് എൻ്റെ വ്യക്തിപരമായ ജീവിതത്തിൽ വ്യത്യാസങ്ങൾ വരുന്നത്. നമ്മളെല്ലാവരും ജീവിക്കും. നമ്മുടെ കുടുംബത്തിൽ പ്രശ്നം വരുന്നത് നമ്മുടെ പാർട്ട്ണർ, നമ്മുടെ വൈഫാണ് പ്രശ്നം, അല്ലെങ്കിൽ വൈഫ് വിചാരിക്കുന്നത് ഹസ്ബൻഡാണ് പ്രശ്നം. യഥാർത്ഥത്തിൽ അല്ല കേട്ടോ, നമ്മൾ തന്നെയാണ് പ്രശ്നക്കാരൻ എന്ന് തിരിച്ചറിയാൻ നമുക്ക് സാധിക്കുന്നത് അപ്പോഴാണ്. അപ്പൊ നമ്മൾ വ്യക്തമായിട്ട് നമ്മൾ എന്താണെന്ന് മനസ്സിലാക്കണം. ഇപ്പൊ ഞാൻ എന്റെ പരിചയപ്പെടുത്തിയെന്ന് പറഞ്ഞാൽ എനിക്ക് വന്ന പ്രശ്നങ്ങളാണ് ഞാൻ ഈ മേഖലയിലേക്ക് വരാൻ സാധിച്ചത്. അടിസ്ഥാനപരമായിട്ട് ആളുകൾ സന്തോഷത്തോടെയും സമാധാനത്തോടെയും ജീവിക്കാനാണ് ആഗ്രഹിക്കുന്നത്. പക്ഷെ നമ്മുടെ സ്കൂൾ എഡ്യൂക്കേഷൻ പഠിപ്പിക്കുന്നത് എങ്ങനെയെങ്കിലും പഠിക്കുക, നന്നായിട്ട് പഠിക്കുക, നല്ലൊരു ജോലി സമ്പാദിക്കുക, കാശ് സമ്പാദിക്കുക എന്നുള്ള കാര്യമാണ് പഠിക്കുന്നത്. യഥാർത്ഥത്തിൽ എത്ര കാശ് നിങ്ങൾ സമ്പാദിച്ചു കഴിഞ്ഞാൽ സന്തോഷവും സമാധാനവും എന്ന് പറയുന്നത് വ്യത്യസ്തമായിട്ടുള്ള കാര്യമാണ്. അത് എങ്ങനെ നേടണമെന്ന് നമ്മൾ പ്രാക്ടീസ് ചെയ്ത് ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കും. ഉണ്ടാക്കിയാലേ നടക്കൂ. അല്ലാതെ ആരെങ്കിലും പറയുന്ന ക്ലാസ് അറ്റൻഡ് ചെയ്തുകൊണ്ടോ വേറെ എന്തെങ്കിലും കേട്ടതുകൊണ്ടോ ഒരിക്കലും ഒരു വ്യക്തിയും നമ്മൾക്ക് സന്തോഷത്തോടെ സമാധാനത്തെ നേടിയെടുക്കാൻ പറ്റില്ല എന്ന് കൂടിയെന്ന് ഞാൻ പറഞ്ഞുകൊണ്ട് ഞാൻ കണ്ടിന്യൂ ചെയ്യണം. മനുഷ്യന്റെ ഗ്രോത്ത് പ്രിൻസിപ്പിൾ, മനുഷ്യന് രക്ഷപ്പെടാനുള്ള പ്രിൻസിപ്പിൾസ് എന്ന് പറയുന്നത് കുറെ കാര്യങ്ങളുണ്ട്. ആ പ്രിൻസിപ്പിൾ നമ്മൾ ഫോളോ ചെയ്താൽ മാത്രം. കാരണം എന്ന് പറഞ്ഞാൽ ലോകത്തില് ഒരു 80-20 റേഷ്യോ എന്ന് പറയുന്ന ഒരു കാര്യം. 80-20, 80%, 20%. അതിനകത്ത് 20% വ്യക്തികളാണ് ലോകം ബിൽഡ് ചെയ്യുന്നത്.
ഈ രാജ്യം, ലോകത്തെ എല്ലാ ഈ ഡെവലപ്മെന്റ്സും ഉണ്ടാക്കുന്നത് 20% ആൾക്കാരാണ്. ബാക്കി 80% ആൾക്കാർ എന്താ ചെയ്യണത്? അവരിങ്ങനെ തട്ടിയും മുട്ടിയും ജീവിക്കുന്നു. മറ്റുള്ളവർ എന്താണ് നടക്കുന്നതെന്ന് നോക്കിയിരിക്കുന്നു. മറ്റുള്ളവരെ എന്തെങ്കിലും ചെയ്യുമ്പോൾ അതിന് കുറ്റം കണ്ടെത്തുന്നു. എന്നിട്ട് ഇതെല്ലാം ഈ കുറ്റം പറയുന്ന വ്യക്തികളെല്ലാം ഒരു 10 വർഷം കഴിയുമ്പോൾ അവരത് ചെയ്യുന്നു. അപ്പൊ അതൊരു സയൻസ് ആണ് കേട്ടോ, എന്റെ തിയറി ഒന്നുമല്ല. 80-20 റേഷ്യോ. അപ്പൊ 80% ആൾക്കാർ ഫോളോവേഴ്സ് ആണ്. ഈ മറ്റുള്ളവർ പറയുന്ന ആരെന്ത് പറഞ്ഞു കഴിഞ്ഞാലും കേൾക്കും. സ്വയം ചിന്തിക്കാനും സ്വയം കാര്യങ്ങൾ ചെയ്യുന്നതും 20% ആൾക്കാർ, 20% ആൾക്കാർ മാത്രമേ ഉള്ളൂ. അപ്പൊ ആ 20% ആളുകളിലേക്ക് അവരെത്തുന്നതിന്റെ കാരണം അവരായിട്ട് എഴുതി, അവരായിട്ട് പ്രസിദ്ധീകരിച്ച്, അവരായിട്ട് പറഞ്ഞു എന്നുള്ള കുറെ തിയറികളുണ്ട്. ആ തിയറി പ്രാക്ടീസ് ചെയ്യുന്നവർക്കാണ് അതിലേക്ക് വരാൻ സാധിക്കുക. അങ്ങനെ ലോകത്തിൽ വലിയൊരു മാറ്റം വന്നു. വേൾഡ് വാർ ഫസ്റ്റ്, ആദ്യത്തെ വേൾഡ് വാർ കഴിഞ്ഞതിന് ശേഷം ഇങ്ങനെ പല ഡെവലപ്മെന്റ്സും ലോകത്തിൽ വന്നു. അങ്ങനെയൊക്കെയാണ് ജപ്പാനും നമ്മളെക്കാളും ദാരിദ്ര്യമായിട്ട് കിടന്ന സിംഗപ്പൂരും ഒക്കെ ഡെവലപ്പ് ചെയ്യാനുള്ള കാരണം എന്ന് പറയുന്നത്. ഇതുപോലുള്ള ചിന്താഗതി മനുഷ്യന്റെ തലയിൽ അടിച്ചു കയറ്റി, അതായത് പറഞ്ഞാൽ നിങ്ങൾ നല്ലത് ചിന്തിക്കുക, നല്ലത് പ്രവർത്തിക്കുക, ഇന്ന കാര്യങ്ങൾ പഠിക്കും. ആ കാര്യമാണ് ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യാൻ ആഗ്രഹിക്കുന്നത്. ഗ്രോത്ത് പ്രിൻസിപ്പിൾ. മനുഷ്യൻ, വ്യക്തികൾ നന്നായ ഒരു കുടുംബം നന്നാവും, കുടുംബം നന്നായാൽ ആ നാട് നന്നാവും, ആ നാട് നന്നായാൽ രാജ്യം നന്നാവും എന്ന് പറയുന്നത്. നമ്മൾക്ക് വ്യക്തിപരമായിട്ട് നമ്മൾ നന്നാവുക എന്നുള്ളതാണ് ഏറ്റവും അടിസ്ഥാനപരമായ കാര്യം. കൺസിസ്റ്റൻസി ഓവർ പെർഫെക്ഷൻ. ചെറുതും സ്ഥിരവുമായ പ്രവൃത്തികൾ കാലക്രമേണ വലിയ പരിവർത്തനങ്ങൾ സൃഷ്ടിക്കുന്നു. ഓരോ ചൂടും പ്രധാനമാണ്. നമ്മൾ ഇപ്പൊ ഞാൻ വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു കാര്യമാണ് നിങ്ങൾ പറഞ്ഞത്. നിങ്ങൾ ഇന്ന് രാവിലെ എഴുന്നേക്കുന്നത്, ഇപ്പൊ തന്നെ നിങ്ങൾ എഴുന്നേറ്റിട്ട് രാവിലെ എഴുന്നേൽക്കുമ്പോൾ നമ്മുടെ ശരീരവും മനസ്സും വളരെ സന്തോഷത്തിലാണെന്ന് ഒന്ന് പുഞ്ചിരിച്ചു കൊണ്ടിരുന്നതിന് ശേഷം അന്ന് എഴുന്നേറ്റ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ ദിവസം വളരെ പെർഫെക്റ്റ് ആയിട്ട് പെർഫോം ചെയ്യാൻ പറ്റും. ഒരു വളരെ സിമ്പിൾ ആയിട്ടുള്ള കാര്യമാണ്. പക്ഷെ ഇത് പ്രാക്ടീസ് ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഡെയിലി പ്രാക്ടീസ് ചെയ്യുന്നവർക്ക് അതുകൊണ്ട് ഗുണം. അത് പ്രാക്ടീസ് ചെയ്തത് നിങ്ങൾ 21 ദിവസം നിങ്ങൾ അത് പ്രാക്ടീസ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ എല്ലാ ദിവസവും അത് പ്രാക്ടീസ് ചെയ്യുന്ന സ്ഥിതിയിലേക്ക് ആളുകൾ എത്തും. അത് സയൻസ് ആണ്. അപ്പൊ അത് മനസ്സിലാക്കണം. ചെറിയ പ്രവൃത്തി എന്ന് പറഞ്ഞാൽ എല്ലാം കൂടെ പെർഫെക്റ്റ് ആയിട്ട് ഞാൻ കാര്യങ്ങൾ ചെയ്യാന്ന് വിചാരിക്കല്ല. ചെറിയ ചെറിയ കാര്യങ്ങൾ കൺസിസ്റ്റന്റ് ആയിട്ട് തുടർച്ചയായിട്ട് ചെയ്യുമ്പോൾ നമ്മൾക്ക് വളരെ മാറ്റങ്ങൾ വരുത്താൻ സാധിക്കും. ഇനി അടുത്ത ഗ്രോത്ത് പ്രിൻസിപ്പിൾ, മൈൻഡ് ആൻഡ് ബോഡി ഹാർമണി. ഈ മനസ്സും ശരീരവുമായിട്ട് വളരെയധികം ബന്ധമുണ്ട്. ഈ കാലഘട്ടത്തിൽ ഏറ്റവും വലിയ നിങ്ങളുടെ മനസ്സ് വ്യക്തവും ശരീരവും ആരോഗ്യകരമാകുമ്പോൾ നിങ്ങളുടെ ആത്മാവ് പ്രകാശിക്കുന്നു. യുവർ സോൾ വിൽ ബ്രൈറ്റൻ എന്ന് പറയുന്നത് നിങ്ങളുടെ ജീവിതം എത്രത്തോളം ഊർജ്ജസ്വലമാണെന്ന് നിങ്ങൾ സങ്കല്പിക്കാം. അതിനുള്ള പ്രത്യേകിച്ചുള്ള കാരണം എന്ന് പറയുന്നത്, ഞാൻ ഈ കാലഘട്ടത്തിന്റെ കാര്യം പറയാണ്. ഈ കാലഘട്ടത്തിൽ പലർക്കും പല അസുഖങ്ങളും വരുന്നതിന്റെ പ്രധാന കാരണം അവരുടെ മൈൻഡ് സെറ്റാണ്. ആ മാനസികമായിട്ട് അവർ ഹെൽത്തി അല്ലാത്തതുകൊണ്ടാണ് ശാരീരികമായിട്ട് പല പ്രശ്നങ്ങളും. ഇപ്പൊ സ്ട്രോക്ക് പോലുള്ള അസുഖങ്ങൾ വരുന്നതിന്റെ പ്രധാന കാരണം അവരുടെ മാനസികാവസ്ഥയാണ്. അപ്പൊ മനസ്സ് നല്ലതാക്കി ഇരിക്കുക. നമ്മൾ ആൾക്കാർ സാധാരണ പറയും മനസ്സ് നന്നാവുന്ന, നല്ല മനസ്സായിരിക്കണം എന്ന് പറയുന്നത്. അത് അങ്ങനെയല്ല. നമ്മളെല്ലാ കാര്യങ്ങളും പോസിറ്റീവായിട്ട് കാണുന്ന ഒരു സ്ഥിതിയിലേക്ക് വരുമ്പോൾ നമ്മൾക്ക് നമ്മുടെ ശരീരവും അതനുസരിച്ച് കൊടുക്കുക. ആ ശരീരവും മനസ്സും എന്ന് പറഞ്ഞാൽ ഏകോപിച്ച് പ്രവർത്തിക്കുന്ന ഒരു കാര്യമാണ് നമ്മൾ മനസ്സിലാക്കിയിരിക്കണം. ഇത് രണ്ടും കൂടെ ഒന്നിച്ചായാൽ മാത്രമേ നമ്മൾക്ക് സന്തോഷവും സമാധാനവും ഹെൽത്തും ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കുകയുള്ളൂ എന്ന് നിങ്ങൾ മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. അപ്പൊ അതാണ് മൂന്നാമത്തെ ഗ്രോത്ത് പ്രിൻസിപ്പിൾ എന്ന് പറഞ്ഞാൽ. രണ്ടാമത്തെ എങ്കിൽ ഇത് മൂന്നാമത്തെ പ്രിൻസിപ്പിളാണ്. ബോധപൂർവമായിട്ടുള്ള ജീവിതം. ഓരോ ദിവസവും ബോധപൂർവം നിങ്ങൾ ചെയ്യുന്ന കാര്യം ബോധപൂർവം നിങ്ങൾ ചെയ്യുക. എൻ്റെ ആദർശപരമായ വ്യക്തിത്വത്തിലേക്ക് അടുക്കാൻ ഇന്ന് എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും, അതാണ് നമ്മൾ ചിന്തിക്കുക. എന്നും രാവിലെ എഴുന്നേൽക്കുമ്പോൾ നമ്മൾ ഇന്ന് ഞാൻ എന്താണ് ചെയ്യേണ്ടത്. കാരണം ഇത് പറയാനുള്ള എൻ്റെ കാരണം എന്താണെന്ന് പറയട്ടെ. ഇപ്പൊ നിങ്ങൾ രണ്ടുപേരും ജോലിക്കാരനായിരുന്നു എന്ന് പറഞ്ഞു. ഇപ്പോഴാണ് റിട്ടയർ. ഞാനൊരു ജോലിക്കാരനാണ്. നമ്മളെ എല്ലാവരും ഒരു അച്ചിലിട്ട് ഇങ്ങനെ മോൾഡ് ചെയ്ത് ഇങ്ങനെ പ്രവർത്തിക്കാൻ വേണ്ടി, ഒരു പാവകളെ പോലെ പ്രവർത്തിക്കാനുള്ള കാര്യങ്ങളിലേക്കാണ് ഒരു ജോലിക്കാരനെ അത് എത്തിച്ചിരിക്കുന്നത്. അത് നമ്മുടെ സ്കൂൾ തലം മുതൽ അങ്ങനെയാണ്. സ്കൂളിൽ എന്താണ് പഠിപ്പിക്കുന്നത്, നന്നായിട്ട് പഠിക്കുക, പഠിച്ച് നല്ല ജോലി വാങ്ങിക്കുക, എന്നിട്ട് നല്ല കാശുണ്ടാക്കുക എന്നൊക്കെ പഠിപ്പിച്ചു വിടുകയാണ്. അപ്പൊ നമ്മളൊരു പാവക്കുട്ടിയെ പോലെ അവരുടെ കൺട്രോളിൽ, ഒരു റിമോട്ട് കൺട്രോളിൽ വർക്ക് ചെയ്യുന്ന ഒരു വ്യക്തിയായിട്ടാണ് നമ്മളെല്ലാ ജോലിക്കാരും വർക്ക് ചെയ്യുന്നത്.
അതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് നമ്മൾ ചിന്തിക്കാനുള്ള ഒരു അവസ്ഥയ്ക്ക് നമ്മൾ ചിന്തിച്ച് ഇന്ന് ഞാൻ എന്ത് ചെയ്യണം, എനിക്ക് കുറച്ചുകൂടെ ബെറ്റർ ആവാൻ ഞാൻ എന്ത് ചെയ്യണം, എൻ്റെ കുടുംബത്തിന് ബെറ്റർ ആവാൻ ഞാൻ ഇന്ന് എന്ത് ചെയ്യണം, ആ ഒരു തോന്നൽ, അതാ പറഞ്ഞാൽ ആ ഒരു തോന്നലോടുകൂടി നമ്മൾ ജീവിക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. ബോധപൂർവമായിട്ട് അത് കൺസിസ്റ്റന്റ് ആയിട്ട് നമ്മൾ ചെയ്യുക, നമ്മുടെ ആത്മാവും നമ്മുടെ ശരീരവും മനസ്സുമായിട്ടുള്ള ഒരു കണക്ഷൻ എന്താണെന്ന് മനസ്സിലാക്കുക, നമ്മൾ ഓരോ ദിവസവും ജീവിക്കുന്ന ബോധപൂർവം ജീവിക്കുക. അതിന് കാരണം നമ്മളെല്ലാവരും ഈ ആട്ടുംകുട്ടികളെ പോലെ ഒരു കൂട്ടത്തോടെ ആരെല്ലാം മറ്റുള്ളവരെ ഇതൊക്കെ ചെയ്യണു അതുകൊണ്ട് ഞാനും ചെയ്യുന്നു എന്ന് സ്വയം ചിന്തിക്കുന്ന ഒരു അവസ്ഥയിലേക്ക് നമ്മൾ വന്നാൽ മാത്രമേ നമുക്ക് രക്ഷപ്പെടാൻ പറ്റുള്ളൂ. നമ്മളുടെ ആരോഗ്യവും നമ്മുടെ മനസ്സും സന്തോഷവും സമാധാനവും ഒക്കെ നമ്മളുടെ കയ്യിലാണ്. അത് നമ്മൾ സ്വയം ചിന്തിക്കുന്ന ഒരു അവസ്ഥയിലേക്ക് വന്നാൽ മാത്രമേ അത് നടക്കുകയുള്ളൂ എന്ന് ആദ്യമേ തിരിച്ചറിയേണ്ടതായിട്ടുണ്ട്. അടുത്തത് എന്ന് പറയുന്നത് ആളുകളുടെ പ്രധാന പ്രശ്നം, നമ്മുടെ എല്ലാവരുടെയും പ്രശ്നം എന്ന് പറയുന്നത്, ഇതൊക്കെ ഞാൻ പറഞ്ഞു സംഗതിയൊക്കെ ഇപ്പൊ നിങ്ങൾ കേട്ടുപോയി, അത് ശരിയാണ്, അദ്ദേഹം പറയുന്നതൊക്കെ വളരെ ശരിയാണ്, അദ്ദേഹം ചാലക്കുടിയിൽ നിന്ന് ഇതൊക്കെ പറയുന്നത് വളരെ ശരിയാണെന്ന് നിങ്ങൾക്കൊന്നും. പക്ഷെ ഇതിനകത്ത് പ്രശ്നം എന്താണെന്ന് പറഞ്ഞാൽ നമ്മുടെ ഉള്ളിൽ എപ്പോഴും ഒരു കള്ളനിരിപ്പുണ്ട്, നമ്മളെപ്പോഴും ഒരു മടിയനിരിപ്പുണ്ട്. നമ്മൾ എന്ത് ചെയ്യണമെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ കുറച്ച് ഇതൊന്നും ചെയ്തിട്ട് വലിയ കാര്യം അങ്ങനെ ചിന്തിക്കാൻ നമ്മളെ പിടിച്ചു വലിക്കാനുള്ള കുറച്ച് കാരണങ്ങളുണ്ട്. അത് ഇന്റേണൽ ആയിട്ടുണ്ട്, അതുപോലെ എക്സ്റ്റേണൽ ആയിട്ടുണ്ട്. അത് എന്തൊക്കെയാണ് ഇന്റേണലും എക്സ്റ്റേണൽ ആയിട്ടുള്ള പ്രശ്നങ്ങൾ എന്ന് പറഞ്ഞാൽ, നിങ്ങളുടെ ഇന്റേണൽ പ്രശ്നം ആദ്യം വരിക, ഞാൻ പരാജയപ്പെടുമോ എന്നുള്ള. ഇപ്പൊ നമ്മൾ ഒരു സർട്ടൻ ഏജ് ഒക്കെ കഴിയുമ്പോൾ ആൾക്കാരുടെ വിചാരം ഇനിയിപ്പോ എന്ത് ചെയ്യാനാണ്, നമ്മൾ ഇനിയും ചെയ്തു കഴിഞ്ഞാൽ അതൊന്നും ശരിയായില്ലെങ്കിൽ വീട്ടുകാരെന്ത് പറയും, മക്കളൊക്കെ പ്രായമായി മക്കൾ എന്ത് പറയും, നാട്ടുകാരെന്ത് പറയും, വീട്ടുകാരെന്ത് പറയും, ഇദ്ദേഹത്തിന് ഈ പ്രായത്തിൽ എന്താ പ്രശ്നം, ഇതിന്റെ വലിയ ആവശ്യമുണ്ടോ എന്നൊക്കെ ചോദിച്ച് പല കാര്യങ്ങളും ചെയ്യാൻ ശ്രമിക്കുമ്പോൾ അതിനെ നിരുത്സാഹപ്പെടുത്തുന്നത് നമ്മുടെ ഉള്ളിൽ നിന്ന് വരുന്ന ഒരു പരാജയ ഭീതി. അതാണ് ഒന്നാമത്തെ പ്രശ്നം. ഉറച്ചു നിൽക്കാനുള്ള ഇച്ഛാശക്തി ഇല്ല, ഒരു കൺസിസ്റ്റൻസി. നമ്മളൊരു കാര്യം ചെയ്യുന്നു, ഒരു എക്സർസൈസ് പ്രാക്ടീസ് ചെയ്യുന്നു, അല്ലെങ്കിൽ ഞാനിപ്പോൾ ആദ്യം പറഞ്ഞ സിമ്പിൾ ആയിട്ടുള്ള ഒരു കാര്യം അത് ചെയ്യുന്നത് കൺസിസ്റ്റന്റ് ആയിട്ട് ഇരുന്ന്, ഇപ്പൊ നമ്മൾ ബെഡിൽ ഇരുന്ന് വൈഫ് തൊട്ടടുത്ത് കിടക്കുന്നുണ്ട്, നമ്മൾ ഇന്ന് രാവിലെ എഴുന്നേറ്റിട്ട് പുറു എന്നൊക്കെ പറയുമ്പോൾ വൈഫ് എന്താ പറയുന്നത്, നിങ്ങൾ എന്താ മനുഷ്യ, നിങ്ങൾക്ക് എന്നാ തുലയ്ക്ക് സുഖമില്ലാതായി എന്ന് പറയുന്നത്. അപ്പൊ നമ്മുടെ ഉള്ളിൻ്റെ ശരിയാണല്ലോ, ഞാൻ എന്തിനാ ഇതൊക്കെ ചെയ്യണേ, നമ്മുടെ ഉള്ളിൽ നിന്നൊന്ന് പിടിച്ചു വലിക്കുന്ന ഒരു സ്ഥിതിയിലേക്ക് വരുന്ന ഒരു സിറ്റുവേഷൻ. ഇതൊക്കെ ഉള്ള കാര്യമാണ്. ഞാനെന്ന് പറയുന്നത് മാറാൻ എനിക്ക് പ്രയാസം അല്ലെങ്കിൽ ശരീരക്ഷമതയില്ല. അപ്പൊ പറയാം എനിക്ക് പ്രായമൊക്കെ ആയി, ഇനിയിപ്പോൾ ഇതിന്റെ ആവശ്യമൊന്നുമില്ല എന്ന് ചിന്തിക്കുന്ന ഒരു അവസ്ഥ. അങ്ങനെ ഉണ്ട്, ഇതിനകത്തൊരു പ്രായമില്ല, ഞാനിപ്പോൾ 66 years ആയി, ഇപ്പോഴാണ് എനിക്ക് തിരിച്ചറിവ് എന്ന് തോന്നി കഴിയുമ്പോൾ ഞാനിത് മറ്റുള്ളവരിലേക്ക് പകർന്നു നൽകാൻ ആഗ്രഹിക്കുന്നു. ഇനി എക്സ്റ്റേണൽ ഫാക്ടേഴ്സ് കുറെ പേരുണ്ട്. എക്സ്റ്റേണൽ എന്ന് പറഞ്ഞാൽ ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് നമ്മൾ പറയും എനിക്ക് സമയമില്ല. അപ്പൊ ജോലിക്ക് പോകുന്നവരാണ് പറയുന്നത് എനിക്ക് സമയമില്ല, ഞാനൊക്കെ വളരെ തിരക്കുള്ള മനുഷ്യനാണ്. ഈ തിരക്കെന്ന് പറയുന്ന കേട്ട് കഴിഞ്ഞാൽ അദ്ദേഹം ഒത്തിരി കാര്യങ്ങളൊക്കെ ചെയ്യുന്നു. ഈ തിരക്കുള്ള മനുഷ്യൻ എന്ന് പറയുന്നത് അദ്ദേഹം ജീവിതത്തിൽ സക്സസ് ആയിട്ടില്ല, അതുകൊണ്ടാണ് അദ്ദേഹം തിരക്ക് എന്ന് പറയാനുള്ള അതിന്റെ കാരണം എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഈ പ്രോഗ്രാം എൻ്റെ ജീവിതശൈലിക്ക് അനുയോജ്യമാകണമെന്നില്ല. ഞാൻ ഈ പറയുന്ന കാര്യം ഇതൊരു കമ്മ്യൂണിറ്റിയാണ്, നിങ്ങൾ ഡെയിലി പ്രാക്ടീസ് ചെയ്താലാണ് നിങ്ങൾക്ക് ഗുണം കിട്ടുള്ളൂ എന്നൊക്കെ ഞാൻ ആദ്യമേ പറഞ്ഞു വെച്ചതിന്റെ കാരണമാണ്. ഇതൊന്നും എനിക്ക് പറ്റാതെ ഞാനിങ്ങനെ മൊബൈലൊക്കെ നോക്കിയിരിക്കുമ്പോൾ എന്തൊരു സുഖമാണ്, ഒത്തിരി തമാശകളൊക്കെ വരുന്നുണ്ട്, അതൊക്കെ നോക്കിയിരിക്കാനാണ് എനിക്ക് ആഗ്രഹം. ആ ജീവിതശൈലി അനുയോജ്യമായ ശൈലിയിൽ നിങ്ങൾ പോകാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അത് കണ്ടിന്യൂ ചെയ്യുക. അത് ഇതിവിടെ അതുകൊണ്ട് നിങ്ങൾക്ക് യാതൊരു പ്രയോജനം ലഭിക്കാൻ പോകുന്നില്ല എന്നാണ് ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത്. ഞാൻ ഇതിനകം സമാനമായ പല കാര്യങ്ങളും, ഇപ്പൊ എനിക്ക് ഹെൽത്തിന് ചെറിയ ഇഷ്യൂ ഒക്കെ വന്നപ്പോൾ തന്നെ ഞങ്ങൾ യൂട്യൂബിൽ പോയി കഴിഞ്ഞാൽ എന്തെല്ലാം ഹെൽത്ത് ചലഞ്ചസ്, ഹെൽത്ത് കാര്യങ്ങൾ നമുക്ക് ലഭിക്കും. അങ്ങനെ പലതും ഞാൻ കേട്ടിട്ടുണ്ട്. ഇതൊക്കെ ഞാൻ കണ്ടിട്ടുണ്ടെന്ന് ഇന്നസെന്റ് പറയുന്ന കാര്യം നമ്മൾ ഇതെല്ലാം കണ്ടിട്ടുണ്ട്. ഇതൊന്നും പ്രത്യേകിച്ച് വലിയതൊന്നും ചെയ്യില്ല എന്ന് നമ്മൾ ചിന്തിക്കുന്നു. ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത് നിങ്ങൾക്ക് ലളിതമായിട്ടുള്ള പരിശീലനങ്ങൾ എങ്ങനെ ശാശ്വതമായ മാറ്റം സൃഷ്ടിക്കുമെന്ന് ഇന്ന് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ഇന്ന് ഞാൻ വളരെ ആത്മാർത്ഥമായിട്ടാണ് ഞാൻ ഇതിനകത്ത് ഇടപെട്ടിരിക്കുന്നത്, ഞാനിത് പ്രതീക്ഷിക്കുന്നത്. ഞാൻ അങ്ങനെ ഒത്തിരി ആളുകൾക്ക് മാറ്റങ്ങൾ വരുത്താൻ എനിക്ക് സാധിച്ചു എന്നുള്ളതാണ് ഇതിനകത്തുള്ള. ഇനി ഞാൻ പറഞ്ഞല്ലോ സ്വയം ചിന്തിക്കാത്തതാണ് ആളുകളുടെ പ്രശ്നം എന്ന് ഞാൻ പറഞ്ഞല്ലോ. എക്സ്ക്യൂസ് മീ. ആളുകളുടെ പ്രധാന പ്രശ്നം എന്ന് പറഞ്ഞാൽ നമ്മൾ മറ്റുള്ളവരാൽ കൺട്രോൾ ചെയ്യപ്പെട്ടാണ് നമ്മൾ ജീവിക്കുന്നത്. ഇനി നിങ്ങൾ സ്വയം ചിന്തിക്കാൻ വേണ്ടി ഞാൻ ഒരു ടിപ്പ് അല്ലെങ്കിൽ നിങ്ങൾക്ക് ഒരു ടെക്നിക്ക് പറഞ്ഞുതരാം. പ്രശ്നങ്ങൾ പരിഹരിക്കുന്ന 3 രഹസ്യങ്ങൾ: വാട്ട്, വൈ ആൻഡ് ഹൗ. നമ്മൾ എന്ത് കാര്യം ചെയ്യാൻ തുനിയുമ്പോഴും ആദ്യമേ ചിന്തിക്കണം വാട്ട്, എന്താണ് ഞാൻ ചെയ്യാൻ പോകുന്നത്. രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ വൈ, ഇത് എന്തുകൊണ്ട്, എന്തിന് ഞാൻ ചെയ്യണം. പിന്നെ ഹൗ. യഥാർത്ഥ സയൻസ് പറയുന്ന വാട്ടും വൈയും എന്താണെന്നും എന്തിനാണെന്നും നിങ്ങൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ ഹൗ ഫോളോ ചെയ്യും. അത് പറഞ്ഞാൽ ഞാൻ നിങ്ങൾ ഇന്ന് ആക്സിഡന്റലി അല്ലെങ്കിൽ എങ്ങനെയോ ഇവിടെ വന്നിരിക്കുന്ന ആളല്ല, എന്തോ നിങ്ങളുടെ ഉള്ളിന്റെ ഉള്ളിൽ ഒരു തോന്നലുണ്ടായതുകൊണ്ടാണ് നിങ്ങൾ ഇവിടെ വന്നിരിക്കുന്നത്. അങ്ങനെ നിങ്ങൾ എന്താണെന്നും
എന്തിനാണെന്ന് നിങ്ങൾ മനസ്സിൽ തീരുമാനിച്ചു കഴിഞ്ഞാൽ വൈ, എങ്ങനെ എന്നുള്ളത് നിങ്ങളെ ഫോളോ ചെയ്യുന്നുണ്ടാവും എന്ന് ആദ്യമേ മനസ്സിലാക്കുക. ഇനി ഞാൻ കാര്യത്തിലേക്ക് കുറച്ചുകൂടെ ഇതായിട്ട് കിടക്കുന്ന എന്തുകൊണ്ട്, ഞാൻ ഈ പറഞ്ഞതിന്റെ കാര്യങ്ങളിലൊക്കെ പ്രധാനമായിട്ട് എന്തുകൊണ്ട് എന്നാണ് ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത്. ശീലത്തിന്റെ ശക്തി, ദ പവർ ഓഫ് റുട്ടീൻ. നമ്മൾ റുട്ടീനായിട്ട് ഡെയിലി ഓരോ കാര്യങ്ങളും ചെയ്യുന്നതിന്റെ പ്രസക്തി എന്താണെന്നാണ് ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത്. എന്താണ് ആ പ്രസക്തി എന്ന് നമുക്ക് കാണാം. വളരെ ചെറുപ്പത്തിൽ നമ്മൾ ഒരു ശീലം പഠിപ്പിച്ചിട്ടുണ്ട്. രാവിലെ എഴുന്നേൽക്കുക, പല്ല് തേക്കുക, ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുക, കളിക്കുക, സ്കൂളിൽ പോവുക, ഹോംവർക്ക് ചെയ്യുക, കുളിക്കുക. ഇതൊക്കെ ഒരു ശീലങ്ങളല്ലേ? നമ്മളിപ്പോഴും അത് ചെയ്യുന്നുണ്ടാവുമല്ലോ. കാരണം ഇതുപോലെ ഒരു ശീലം നമ്മൾ അടിച്ചേൽപ്പിച്ചാണ്. നമ്മുടെ സ്കൂളിൽ കുഞ്ഞായിരിക്കുമ്പോൾ തന്നെ നമ്മുടെ പേരൻസ് അത് ചെയ്യട ഇത് ചെയ്യട എന്ന് പറഞ്ഞ് നമ്മളൊരു ശീലമാക്കിയെടുത്താണ് ഇതെല്ലാം. പിന്നെ അതൊരു ആ ഒരു പ്രാക്ടീസ്, ആ ശീലം, ആ റുട്ടീനായി മാറി. അപ്പൊ കുളിക്കാത്ത മലയാളികൾ വളരെ കുറവായിരിക്കും. 2-3 പ്രാവശ്യമൊക്കെയാണ് മലയാളികൾ കുളിക്കുന്നത്. അതുപോലെ പല്ല് തയ്ക്കാത്ത മലയാളികളും നിങ്ങളെ കാണാൻ സാധിക്കില്ല. അറിവ് നാട്ടിലൊക്കെ പലരും ഉണ്ടായിരിക്കും. പക്ഷെ നമ്മളെല്ലാവരും നന്നായിട്ട് കുളിക്കുകയോ ഒക്കെ ചെയ്യുന്നുണ്ട്. കളിക്കുന്ന കാര്യത്തിൽ ആ ശീലമൊക്കെ അങ്ങ് വിട്ടു. സ്കൂളിൽ ചെന്ന് കഴിഞ്ഞ് പഠിക്കാനും ഹോംവർക്കും തുടങ്ങി കഴിയുമ്പോൾ കളിക്കുന്ന ഇതങ്ങ് വിട്ടു. മൊബൈൽ ഫോൺ വന്നു കഴിഞ്ഞപ്പോൾ ഇപ്പോഴത്തെ പിള്ളേർക്കും വലിയവർക്കും ഈ പറയുന്ന ഇതെല്ലാം വിട്ടു. അപ്പൊ നമ്മുടെ ശീലത്തിൽ വന്ന പ്രശ്നങ്ങളാണ് നമ്മുടെ ആരോഗ്യ പ്രശ്നങ്ങൾ. അപ്പൊ ഈ ശീലങ്ങൾ വളരെ നല്ലതാണ്. നോക്കുക, രാവിലെ തന്നെ എഴുന്നേക്കുക, ഏറ്റവും നേരത്തെ എഴുന്നേക്കുക, പല്ല് തേക്കുക, ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുക, കളിക്കുക, സ്കൂളിൽ പോവുക, ഹോംവർക്ക് ചെയ്യുക, കുളിക്കുക. ഇതൊരു റൊട്ടീനായിട്ട് നമ്മൾ ചെയ്തിരുന്നു. ഈ ഒരു പ്രാക്ടീസൊക്കെ ഇപ്പം പലതും ഇല്ലാതെ, എഴുന്നേക്കുന്നത് ലേറ്റായി, പല്ല് തേക്കുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ പല്ല് തേക്കുന്നുണ്ട്. പിന്നെ പല ചെറുപ്പക്കാർ പിള്ളേരും, നിങ്ങൾ പേരൻസ് മുതിർന്നവരാണ് നിങ്ങൾ രണ്ടുപേരും ഇരിക്കുന്നത്. നിങ്ങളുടെ കുട്ടികൾ ബ്രേക്ക്ഫാസ്റ്റ് ശരിക്കും ചവച്ചരച്ച് കഴിച്ചിട്ടാണ് സ്കൂളിൽ പോകുന്നത് അല്ലെങ്കിൽ ജോലിക്ക് പോകുന്നതെന്നൊന്ന് ആലോചിച്ച് നോക്കുക. അവരെത്ര പേര് കളിക്കാൻ പോകുന്നുണ്ട്? അതിൻ്റെ പ്രാധാന്യം, കളിക്കുന്നതിൻ്റെയൊക്കെ പ്രാധാന്യത്തിലേക്ക് നമ്മൾ എത്തുന്നുണ്ട്. ശീലത്തിന്റെ ശക്തി. ഇപ്പൊ നമ്മൾ ഓരോന്നോ ശീലത്തിനെ കുറിച്ചും വാട്ട് എന്നുള്ളതിനെ കുറിച്ച് ഓരോന്നിനെ കുറിച്ച് നമുക്ക് ദിവസേനയുള്ള ലളിതമായ ഒരു വെൽനസ് ചര്യ സ്ഥാപിക്കുക. അത് സ്ഥാപിക്കാതെ പറ്റില്ല. വെൽനസ് ചര്യ എന്ന് പറയുന്നത് സൗഖ്യം നേടാൻ വേണ്ടി ചില കാര്യങ്ങൾ ചെയ്യണം. ചില കാര്യങ്ങൾ നമ്മൾ ചെയ്യാത്തതാണ് നമ്മൾ ഈ പ്രശ്നങ്ങളിലേക്ക് എത്തിയെന്ന് ആദ്യമേ നമ്മൾ മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. അപ്പൊ ആ ശീലം ഉണ്ടാക്കിയെടുത്തു കഴിയുമ്പോൾ അത് എന്താണെന്ന് മനസ്സിലാക്കുക, നമ്മൾക്ക് പറ്റിയതാണെന്ന് മനസ്സിലാക്കുക. അങ്ങനെയുള്ള ഒരു ഇതിലേക്ക്, ദിനചര്യയിലേക്ക് നമ്മൾ മാറുക. ഡെയിലി ചെയ്യേണ്ടതാണ്. നിങ്ങൾ ഒരു മരുന്ന് കഴിക്കുന്നവരെ നിങ്ങളുടെ അസുഖത്തിന് ഒരു ട്രീറ്റ്മെന്റ് അല്ല ഇവിടെ നമ്മൾ നടത്തുന്നത്. ആ ദിനചര്യ ഒരു പ്രാക്ടീസിലേക്ക് കൊണ്ടുവരിക എന്നുള്ളതാണ് നിങ്ങൾ ഉദ്ദേശിക്കുന്നത്. വൈ? ഇതാണ് അടിസ്ഥാനം. ആന്തരികമായ സംശയങ്ങളെയും ബാഹ്യമായ സമയപരിധികളെയും മറികടക്കാനുള്ള താക്കോൽ. അത് എന്തുകൊണ്ട് നമ്മൾ പ്രാക്ടീസ് ചെയ്യാൻ തുടങ്ങും? ആദ്യമേ നമ്മൾ ഇത് കേൾക്കുമ്പോൾ, ഇപ്പൊ നിങ്ങൾ കസേരയിൽ ഇരുന്നുണ്ടല്ലോ കേൾക്കണേ, ആ കേൾക്കുമ്പോൾ നിങ്ങൾക്ക് തോന്നും ഇതൊക്കെ പറ്റുമോ, നടക്കുമോ? പക്ഷെ നിങ്ങൾ ഒന്ന് രാവിലെ ഒരു ചെറിയൊരു വെൽനസ് പ്രാക്ടീസ്, ഒരു ചെറിയ എക്സർസൈസ്, വളരെ സിമ്പിൾ ആയിട്ടുള്ള, നമ്മുടെ ശരീരം എന്ന് പറയുന്നത് മൂവ് ചെയ്യാൻ വേണ്ടിയാണ് നമ്മുടെ പ്രകൃതി നമ്മളെ സൃഷ്ടിച്ചിരിക്കുന്നത്. നമ്മുടെ ആ ആക്ടിവിറ്റി വേണം, നിർബന്ധമാണെന്നുള്ള കാര്യം നമ്മൾ മനസ്സിലാക്കണം. ആ ഒരു ആക്ടിവിറ്റി, ആ ദിനചര്യ നമ്മൾ പഴയ പരിപാടിയിൽ നിന്ന് നമ്മൾ തിരിച്ചെടുക്കേണ്ടതായിട്ടുണ്ട്. പണ്ട് സ്കൂളിൽ പോയിക്കൊണ്ടിരുന്നത് നടന്നാണെങ്കിൽ ഇപ്പോൾ വണ്ടിയിലാണ് പോകുന്നത്. അപ്പൊ അതിന് ഇപ്പൊ നമ്മുടെ സ്കൂൾ കുട്ടികൾക്ക് ഏതെങ്കിലും വിഷയത്തിൽ മോശമാണെന്ന് കരുതാം. നമ്മൾ സ്കൂൾ കുട്ടികൾക്ക് ഏതെങ്കിലും സബ്ജക്റ്റിൽ വീക്ക് ആകുമ്പോൾ നമ്മൾ എന്താ ചെയ്യുന്നത്? അവർക്ക് ട്യൂഷൻ കൊടുക്കും, ഒരു സപ്ലിമെന്റേഷൻ. ആ സബ്ജക്റ്റിൽ ട്യൂഷൻ കൊടുത്തിട്ടാണ് കുട്ടിയെ ബെറ്റർ ആക്കുന്നത് എന്ന് പറഞ്ഞ മാതിരി നമ്മളിൽ എന്ത് കുറവാണ്, നമ്മൾ എന്ത് കാര്യം ചെയ്യുന്നത്, നമ്മുടെ എന്ത് ശീലത്തിലാണ് കുറവ് എന്ന് തോന്നിക്കഴിഞ്ഞാൽ ആ ശീലം തിരിച്ചു പിടിച്ചിട്ട് നമ്മൾ ശീലിക്കാൻ ശ്രമിക്കുക. ഒരു ട്യൂഷൻ പോലെ നമ്മൾ അത് ഏറ്റെടുത്ത് അത് ചെയ്യുമ്പോഴാണ് കാര്യം നടക്കുന്നത്. അപ്പൊ വൈ എന്ന് വെച്ചു. ഹൗ? ഇതെങ്ങനെ നടക്കും എന്ന് ഇപ്പൊ നിങ്ങൾ ചിന്തിക്കുന്നുണ്ടാവും. ഇതുവരെ എക്സർസൈസോ കാര്യങ്ങളോ ഒന്നും ചെയ്തില്ല എന്ന് നിങ്ങൾ ചിന്തിക്കുന്നുണ്ടാവും. ഹൗ എന്ന് പറഞ്ഞാൽ ഒന്നും മാറിയില്ല, ഒന്നും നടക്കില്ല എന്ന് നിങ്ങൾ അങ്ങ് ചിന്തിച്ചു കഴിഞ്ഞാൽ ഒന്നും മാറില്ല. എന്നാൽ എന്തെങ്കിലുമൊക്കെ നടത്തണം എന്ന് നിങ്ങൾ തീരുമാനിച്ചാൽ നടക്കും. അതാണ് ഹൗ. ആ ഹൗവിലേക്ക് വരുന്നതിന് നിങ്ങൾ തയ്യാറായാൽ മാത്രമേ നടക്കുള്ളൂ. ഇനി ഞാൻ പറഞ്ഞ ബോഡി ആൻഡ് മൈൻഡ് കണക്ഷൻ. വൈ? എന്തുകൊണ്ട് നമ്മൾക്ക് ഈ ബോഡി മൈൻഡ് കണക്ഷൻ ശ്രദ്ധിക്കുക. ഈ കാലഘട്ടത്തിലെ പല അസുഖങ്ങളുടെയും പ്രധാന കാരണം, അത് ഹാർട്ട് ഡിസീസ് ആണെങ്കിലും സ്ട്രോക്ക് പോലുള്ള അസുഖങ്ങളാണെങ്കിലും, അത് മൈൻഡ് ബോഡി കണക്ഷൻ്റെ ഒരു പ്രശ്നമാണെന്ന് നിങ്ങൾ ആദ്യമേ മനസ്സിലാക്കണം. അത് സയൻസ് ആണ്. നിങ്ങൾ സെർച്ച് ചെയ്ത് നോക്കിക്കോളൂ, നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും. നിങ്ങളുടെ മാനസികാവസ്ഥയെ ശാരീരികക്ഷേമമായി യോജിപ്പിക്കുന്ന വിദ്യകൾ ലളിതമായ യോഗയും ധ്യാനവും കൊണ്ട് നിങ്ങൾക്ക് നേടിയെടുക്കാൻ സാധിക്കും.
വളരെ സിമ്പിൾ. നമ്മുടെ യോഗ ഇന്ത്യയുടെ തനതായിട്ടുള്ള നമ്മുടെ പൂർവികർ നമുക്ക് തന്നിട്ടുള്ള കാര്യമാണ് യോഗ. യോഗ എന്ന് പറഞ്ഞാൽ അതൊരു എക്സർസൈസ് ആണ്. എക്സർസൈസ് മാത്രമല്ല, ശരീരവും മനസ്സും ശുദ്ധീകരിക്കാനുള്ള ഒരു സംവിധാനമാണ് യോഗ എന്ന് പറയുന്നത്. ധ്യാനവും അതുപോലെയാണ്. പിന്നെ ഉള്ളതെന്ന് പറയുന്നത് അടുത്തത് ഈ ബോഡി മൈൻഡ് കണക്ഷൻ. വൈ, എന്തുകൊണ്ട് ഇത് ഇത്ര പ്രധാനമാവുന്നു? നിങ്ങളുടെ മനസ്സ് വ്യക്തമാകുമ്പോൾ നിങ്ങളുടെ ശരീരവും അതിനെ പിന്തുടരും. ഇത് സമ്മർദ്ദം കുറയ്ക്കുകയും സമാധാനം വർദ്ധിപ്പിക്കുകയും ചെയ്യും. ഇതിന്റെ പ്രധാന കാര്യം എന്ന് പറയുന്നത് നമ്മുടെ മനസ്സാണ് നമ്മളുടെ. ഇപ്പൊ ഞാൻ ഒരു സിമ്പിൾ ആയിട്ട് ഇപ്പൊ ഒരു എക്സർസൈസ് കൂടെ നിങ്ങൾ തരാം. ഇപ്പൊ നിങ്ങൾ രണ്ടുപേരും സോഫയിലിരിക്കുകയാണ്, നിങ്ങളുടെ രണ്ട് സ്ഥലത്ത് ചിലപ്പോൾ മഴ പെയ്യുന്നുണ്ടാവും. ആ മഴ പെയ്യുന്നത് നിങ്ങൾ അവിടെ ഇരുന്നുകൊണ്ട് ഒന്ന് ചിന്തിക്കുക. നല്ല തണുപ്പായിരിക്കും, പുറമേ നിന്ന് കാറ്റൊക്കെ അടിക്കുന്നുണ്ട്. ഒന്ന് മനസ്സിൽ ചിന്തിച്ചിട്ട് എന്റെ ശരീരത്തിൽ നല്ല ചൂട് അനുഭവപ്പെടുന്നു ഒന്ന് മനസ്സിൽ നിങ്ങൾക്കൊരു 5 സെക്കൻഡ് ഒന്ന് വിചാരിക്കാൻ സാധിച്ചാൽ നിങ്ങൾക്ക് ആ ചൂട് ഫീൽ ചെയ്യുന്നുണ്ടാവും. അതേപോലെ തന്നെ നല്ല രീതിയിൽ ചൂട് ഫീൽ ചെയ്യുന്ന സമയത്ത് നിങ്ങൾ കണ്ണടച്ചുകൊണ്ട് ഞാനിപ്പോൾ AC റൂമിലാണ് ഇരിക്കുന്നത് എന്നൊന്ന് ചിന്തിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് തണുപ്പ് ഫീൽ ചെയ്യുന്നുണ്ടാവും. നമ്മളുടെ മനസ്സിൽ എന്ത് ചിന്തിക്കുന്നു അത് ബോഡിയിൽ റിയാക്ട് ചെയ്യും എന്ന് നിങ്ങൾ മനസ്സിലാക്കേണ്ടതാണ്. അത് അങ്ങനെയാണ്, അതൊരു സയൻസ് ആണ്. ഇത് എന്റെ തിയറി ഒന്നും അല്ല. അപ്പൊ മനസ്സും ശരീരവുമായിട്ടുള്ള കണക്ഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ ബന്ധിപ്പിക്കേണ്ടതായിട്ട് നല്ല രീതിയിൽ ബന്ധിപ്പിച്ചെടുത്തു കഴിഞ്ഞാൽ നമുക്ക് വളരെയധികം പ്രയോജനം നമ്മുടെ കുടുംബത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കും. ഇതിനെ എങ്ങനെ ചെയ്യാൻ സാധിക്കും? മനസ്സും ശരീരവും കൂടി എങ്ങനെ ബന്ധിപ്പിക്കും? ഉദാഹരണത്തിന് ഈ രീതികൾ പരിശീലിക്കുന്ന ഒരു കുടുംബത്തിൽ എന്താണ് സംഭവിക്കുക? ആശയവിനിമയം ഉണ്ടാവും. നിങ്ങളിപ്പോ നിങ്ങളുടെ കുടുംബത്തിലുള്ളവരിൽ ഒരാൾ മാത്രമാണ് നിങ്ങൾ ഇവിടെ ഇരിക്കുന്നത്. നിങ്ങൾ ഒരാൾ തീരുമാനിച്ച് നിങ്ങൾക്ക് ആ ഒരു രീതിയിലേക്ക് ചിന്തിക്കുന്ന രീതിയിലേക്ക് വന്നു കഴിഞ്ഞാൽ കുടുംബത്തിൽ സമാധാനം ഉണ്ടാവും. നിങ്ങളുടെ കുടുംബത്തിൽ ആശയവിനിമയം നടക്കും. ശാന്തമായ ഗ്രഹാന്തരീക്ഷം ഉണ്ടായതായും ഒരു പഠനത്തിൽ കണ്ടെത്തിയിട്ടുണ്ട്. നിങ്ങളുടെ കുടുംബം നിങ്ങൾ ഏറ്റവും മികച്ചതാണ് പ്രതീക്ഷിക്കുന്നത്. നിങ്ങളാണ് കുടുംബത്തിലെ നായകൻ എന്നുണ്ടെങ്കിൽ, കുടുംബനാഥൻ എന്നുണ്ടെങ്കിൽ അത് നിങ്ങളായിട്ട് അത് മാറ്റിയെടുക്കുമ്പോൾ ആ കുടുംബത്തിൽ തന്നെ വളരെ വ്യത്യാസങ്ങൾ വരും. അത് പ്രാക്ടീസ് ചെയ്ത് നേടിയെടുക്കാൻ പറ്റുന്നതാണെന്നാണ് എൻ്റെ ആത്മാർത്ഥമായിട്ട് ഞാൻ നിങ്ങളോട് പറയാൻ ഉദ്ദേശിക്കുന്നത്. ഇനി കമ്മ്യൂണിറ്റി സപ്പോർട്ട്. ഞാൻ പറഞ്ഞു, ഇതൊരു കമ്മ്യൂണിറ്റിയാണ്. നിങ്ങൾക്ക് ക്ലാസ് എടുത്തിട്ട് പോകുന്ന ഒരു സംവിധാനമൊന്നുമല്ല, ഡെയിലി പ്രാക്ടീസ് ചെയ്യേണ്ട കാര്യമാണ്. ഇന്നത്തെ കൊണ്ട് നിങ്ങൾ പോകാൻ ആഗ്രഹിക്കുന്നവർക്ക് പോകാം. നിങ്ങൾക്ക് ഞങ്ങളുടെ കമ്മ്യൂണിറ്റി ആയിട്ട് നിങ്ങൾക്ക് ഇടപെട്ട് നിങ്ങൾക്ക് നല്ല രീതിയിലേക്ക് ഹെൽത്ത് ആയിട്ടും സന്തോഷത്തോടെയും സമാധാനത്തോടെയും ജീവിക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ കമ്മ്യൂണിറ്റിയിൽ വരിക. കാരണം ഒരേ മനസ്സോടുകൂടി സന്തോഷത്തോടെയും സമാധാനത്തോടെയും ജീവിക്കാൻ ആഗ്രഹിക്കുന്ന, ഹെൽത്തി ആയിട്ട് ജീവിക്കാൻ ആഗ്രഹിക്കുന്ന ആളുകളായിട്ട് അസോസിയേറ്റ് ചെയ്യുമ്പോൾ നിങ്ങൾക്കും അതിന്റെ പ്രയോജനം ലഭിക്കുമെന്നുള്ളതാണ്. ലക്ഷ്യബോധത്തോടെ മുന്നോട്ട് പോകാനും ഉത്തരവാദിത്വം നിലനിർത്താനും ഒരു സമൂഹത്തിനുള്ള പങ്ക്. വളരെ സിമ്പിളായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ, നിങ്ങൾ ആരുമായിട്ട് അസോസിയേറ്റ്, നിങ്ങളുടെ സുഹൃത്തുക്കൾ ആരൊക്കെയാണെന്ന് പറഞ്ഞാൽ ഞാൻ നിങ്ങളുടെ സ്വഭാവം പറയാം എന്ന് പറയുന്നു. നിങ്ങൾ ഏതൊക്കെ സുഹൃത്തുക്കളുമായിട്ടാണ് ഇടപഴകുന്നതെന്ന് പറഞ്ഞാൽ നിങ്ങൾ എത്രമാത്രം സമ്പത്തുണ്ടെന്ന് ഞാൻ പറയാം എന്നൊക്കെ മഹാവ്യക്തികൾ പറയുന്നതിന്റെ കാരണം നമ്മൾ ആരുമായിട്ട് അസോസിയേറ്റ് ചെയ്യുന്നു അതിലേക്ക് വരും. അപ്പൊ നമ്മൾ കൂട്ടുകെട്ട് ഏത് രീതിയിലേക്ക് നിങ്ങൾ പോകണമെന്ന് നിങ്ങൾ തീരുമാനിച്ചാൽ അതനുസരിച്ചുള്ള കൂട്ടുകെട്ട് ഉണ്ടാക്കിയെടുത്തേ മതി. അപ്പൊ നിങ്ങൾ ആക്സിഡന്റലി അല്ല വന്നിരിക്കുന്നത്, നിങ്ങൾ എന്തോ ആഗ്രഹിച്ചിട്ടാണ് വന്നിരിക്കുന്നത്. ആ ആഗ്രഹത്തില് നിങ്ങളെപ്പോലെ നല്ല കാര്യങ്ങൾ ആഗ്രഹിക്കുന്ന വ്യക്തികളുടെ ഒരു കൂട്ടായ്മയിലേക്ക് വന്നു കഴിയുമ്പോൾ ഉണ്ടാകുന്ന മാറ്റങ്ങളെ കുറിച്ചാണ് ഞാൻ പറയുന്നത്. അപ്പോൾ എന്തുകൊണ്ട് പ്രധാനം? വൈ ആൻഡ് തനിച്ചായിരിക്കുന്നു, ഒറ്റപ്പെടുന്നു, മാറ്റങ്ങളെ കൂടുതൽ പ്രയാസകരമാകുന്നു. ഈ യാത്രയിൽ നിങ്ങളെ പോലെയുള്ള മറ്റുള്ളവരുമായി ബന്ധപ്പെടുമ്പോൾ മാറ്റം അനിവാര്യമാകുന്നു. ഇത് വളരെ പ്രസക്തമായിട്ടുള്ള ഒരു കാര്യമാണ്. ഈ കാലഘട്ടത്തിന്റെ ഒരു പ്രശ്നമാണ് ആളുകൾ ഒറ്റപ്പെടുന്നു. കുടുംബങ്ങൾ തന്നെ ഒറ്റപ്പെടുന്നു. സുഹൃത്തുക്കൾ കുടുംബത്തിലേക്ക് വരാറില്ല. ആരും കയറി ഇറങ്ങുന്ന സ്വഭാവമില്ല. കാരണം എല്ലാവരും വിചാരിക്കുന്ന അവരുടെ അടുത്തേക്ക് എന്ന് പറഞ്ഞാൽ അവർക്ക് ഇഷ്ടമാകുമോ എന്നുള്ള തോന്നല്. പക്ഷെ എല്ലാവരും മറ്റുള്ളവർ വരുന്നത് ആഗ്രഹിക്കുന്നുണ്ട്. പക്ഷെ എല്ലാവരും തിരക്കിലാണ്. ഈ തിരക്കിൽ ഡിസ്റ്റർബ് ചെയ്യേണ്ടെന്ന് വിചാരിക്കുന്നു. പിന്നെ ആവശ്യമില്ലാത്ത സംസാരിക്കുന്നു. അതേസമയം നിങ്ങളുടെ മനസ്സ് വ്യക്തമായിട്ട് ഒരു പോസിറ്റീവ് മൈൻഡ് സെറ്റിലേക്ക് നിങ്ങൾ ആയിക്കഴിഞ്ഞാൽ നിങ്ങൾ ഒരു കുടുംബത്തിൽ ചെന്ന് കഴിഞ്ഞാൽ അവർക്ക് ഇഷ്ടമാവും. നിങ്ങളുടെ മനസ്സ് ശരിയല്ല. മനസ്സെന്ന് പറയുന്നത് ഞാൻ പറയുന്നത് ഒരു പോസിറ്റീവ് മൈൻഡ് സെറ്റ്, അതൊക്കെ പ്രാക്ടീസ് ചെയ്ത് ഉണ്ടാക്കിയെടുക്കുന്നു നിങ്ങൾ. കാരണം അത് ഞാൻ അനുഭവിച്ച ഒരു വ്യക്തിയാണ്. ഞാൻ ഈ വെൽനസ് പ്രാക്ടീസ് ചെയ്തതിനു ശേഷം നല്ല കാര്യം ഒരു കുടുംബത്തിൽ ചെന്ന് കഴിഞ്ഞാൽ അവരുടെ നല്ല കാര്യങ്ങൾ നിങ്ങൾ അവരോട് പറയുമ്പോൾ അവർക്ക് അതുപോലെ താല്പര്യമാണ്. ഇപ്പൊ എങ്ങനെയൊക്കെ മറ്റുള്ളവർ സംസാരിക്കണം, ഏതൊക്കെ രീതിയിലാണ് അവരോട് ഇടപെടേണ്ടതെന്നുള്ളത് നമ്മൾ പഠിച്ചു കഴിഞ്ഞ് ചെയ്തു കഴിയുമ്പോൾ നമ്മൾ ആ കുടുംബത്തിൽ ചെല്ലുന്നത് അവർക്ക് വളരെ സന്തോഷകരമായിരിക്കും.
ആ രീതിയിലേക്ക് നമ്മൾക്ക് നല്ല ബന്ധങ്ങൾ ഉണ്ടാക്കിയെടുക്കാം. കാരണം നമ്മളെക്കുറിച്ചൊരു മതിപ്പ് അവർക്കുണ്ടായിരിക്കും. നമ്മൾ അവിടെ ചെല്ലുമ്പോൾ തന്നെ മറ്റുള്ളവരെ കുറ്റം പറയാനോ അല്ലെങ്കിൽ അവരുടെ പ്രശ്നങ്ങളെ എൻ്റെ പ്രശ്നങ്ങൾ മുഴുവൻ അവിടെ പറയാനോ ഒക്കെ പോയി കഴിഞ്ഞാൽ നിങ്ങൾ ആ കുടുംബത്തിലേക്ക് ചെല്ലുന്ന അവർക്ക് ഇഷ്ടമാവില്ല. അതേസമയം അവരെ പ്രോത്സാഹിപ്പിക്കുന്ന രീതിയിലേക്ക് നമ്മൾ വളർന്നു കഴിഞ്ഞാൽ വെറുതെ ഒരു സിമ്പിൾ ആയിട്ടുള്ള ഒരു കാര്യം പറഞ്ഞാൽ മാത്രം മതി അവർക്ക് ആ ഒരു മോട്ടിവേഷൻ ലഭിക്കും. ആ രീതിയിലേക്ക് നമ്മൾ വളർന്നു കഴിഞ്ഞാൽ നമുക്ക് നല്ല ബന്ധങ്ങൾ ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കും. അപ്പൊ അങ്ങനെ ഒരു കമ്മ്യൂണിറ്റിയാണ്. കമ്മ്യൂണിറ്റി നിങ്ങളെ സപ്പോർട്ട് ചെയ്യുന്നു. ഇത് എങ്ങനെ സഹായിക്കുന്ന ഞങ്ങളുടെ സംഭവമായ സോഷ്യോപ്രീനർ എന്ന് പറഞ്ഞാൽ സോഷ്യലി ആളുകളെ ഒരു ഓണ്ടർപ്രണർ ആവുക. ഓണ്ടർപ്രണർ എന്ന് പറഞ്ഞ ഒരു നല്ല രീതിയിലേക്ക് ആളുകൾ വരുന്ന ഒരു സിറ്റുവേഷൻ. ഓണ്ടർപ്രണർ എന്ന് പറഞ്ഞ ഒരു വ്യവസായി എന്നൊക്കെ നമ്മൾ കാണുന്നത്. പക്ഷെ സോഷ്യലി ആളുകളെ മോട്ടിവേറ്റ് ചെയ്ത് ബിൽഡ് ചെയ്ത് നല്ല രീതിയിൽ ജീവിക്കാൻ ആളുകളെ സഹായിക്കുന്ന ഒരു സംവിധാനത്തിന്റെ പേരാണ് സോഷ്യോപ്രീനിയർ. ചെറിയ വിജയങ്ങൾ ആഘോഷിക്കാൻ നിങ്ങളെ സഹായിക്കുന്നു. നിങ്ങൾ ചെറുതായിട്ടൊരു കാര്യം ചെയ്താൽ മതി. ഒരു ബ്രീത്തിങ് എക്സർസൈസ് പ്രാക്ടീസ് വെരി ഗുഡ് എന്ന് പറയാൻ നിങ്ങളുടെ കൂടെ ഉണ്ടാകും. അതേസമയം നിങ്ങൾ നാട്ടിൽ ടെറസിൽ നിന്നുകൊണ്ട് നിങ്ങൾ ഒരു ബ്രീത്തിങ് എക്സർസൈസ് പൈലക്കത്ത് വിട്ടുന്നത് എന്തുട്ടാടോ തനിക്ക് തന്നെ ഇപ്പൊ എന്താ പ്രശ്നം പറ്റിയെന്ന് ചോദിക്കുമ്പോൾ എന്തുട്ടോ നിങ്ങളുടെ പിറ്റേ ദിവസം പോലും ചെയ്യില്ല. അതേസമയം നിങ്ങളൊരു ബ്രീത്തിങ് എക്സർസൈസ് പ്രാക്ടീസ് ചെയ്യുമ്പോൾ നിങ്ങളുടെ കൂടെയുള്ള ആൾ പറയണം വെരി ഗുഡ്, ഇത് കണ്ടിന്യൂ ചെയ്യുക എന്ന് പറയുമ്പോൾ നിങ്ങളുടെ മാനസികാവസ്ഥ അത് ഞാൻ മനസ്സിലാക്കിയ ഒരു വ്യക്തിയാണ്, എനിക്ക് നന്നായിട്ട് അറിയാം. ആ ഒരു മോട്ടിവേഷൻ നമ്മൾക്ക് ലഭിക്കുമ്പോൾ ഉണ്ടാകുന്ന മാറ്റം ചെറിയ ചെറിയ കാര്യങ്ങൾ ചെയ്തുകൊണ്ട് നിങ്ങളെ മോട്ടിവേറ്റ് ചെയ്യുന്ന ഒരു കമ്മ്യൂണിറ്റിയാണ്. അത് വലിയ മാറ്റങ്ങൾക്ക് വഴിയൊരുക്കുന്നു. അതൊരു തുടർ ചലനമാണ്. നിങ്ങൾ വിചാരിക്കുക ഇതൊരു നിങ്ങളൊക്കെ ഒരു ക്ലാസ് എടുത്തിട്ട് വിട്ടുന്ന ഒരു കാര്യമാണ്. അല്ല, ഇതൊരു റെവല്യൂഷനാണ്. റെവല്യൂഷൻ പറഞ്ഞാൽ ഇതൊരു സംഭവിക്കുന്നുണ്ടോ? ഇത് ഞാൻ മാത്രമല്ല, ഇപ്പൊ ലോകത്തില് ആളുകളെ ഇങ്ങനെ ഹെൽത്തി ആയിട്ട് ജീവിക്കാൻ. കാരണം നിങ്ങൾ മനസ്സിലാക്കുക എന്താണ് റെവല്യൂഷൻസ് എന്ന് മനസ്സിലാക്കേണ്ട ആവശ്യമുണ്ട്. മനുഷ്യർക്ക് പ്രശ്നം ഉണ്ടാകുമ്പോഴാണ് റെവല്യൂഷൻ വരുന്നത്. നമ്മൾക്ക് പട്ടിണി വന്നപ്പോഴാണ് അഗ്രികൾച്ചർ റെവല്യൂഷൻ വന്നത്, അല്ലേ? നമുക്ക് ആദ്യമേ റെവല്യൂഷൻ വന്നതെന്നാണ്, ആദ്യമേ ഇൻഡസ്ട്രിയൽ റെവല്യൂഷൻ വന്നു നോക്കുക. ആ ഇൻഡസ്ട്രിയൽ റെവല്യൂഷൻ വന്നിട്ടാണ് ആളുകൾക്ക് ജോലി കിട്ടുക. പ്രശ്നം വരുമ്പോഴാണ് ഓരോന്ന് സംഭവിക്കുന്നത്. അതേപോലെ തന്നെ പട്ടിണി കിടന്ന് ഭക്ഷണമില്ലാതെ വന്നിട്ട് ഈ പറയുന്ന അഗ്രികൾച്ചർ റെവല്യൂഷൻ വന്നു. അങ്ങനെ ഓരോ റെവല്യൂഷൻ വന്നു. ഇപ്പൊ IT റെവല്യൂഷൻ വന്നു. അപ്പൊ IT റെവല്യൂഷൻ വന്നപ്പോൾ അതിന്റെ ഇതായിട്ട് ആളുകൾക്ക് അസുഖങ്ങൾ വന്നു. അപ്പൊ അതിന്റെ പ്രതിവിധി നടന്നുകൊണ്ടിരിക്കുകയാണ്. ലോകത്തെല്ലാവരും നമ്മൾ ഞാൻ 80-20 റേഷ്യോ പറഞ്ഞല്ലോ. ഈ 80% ആൾക്കാർ ആരെങ്കിലുമൊക്കെ പറയുന്നതിന്റെ പുറകെ പോയിക്കൊണ്ടിരിക്കുകയാണ്. അത് 20% ആൾക്കാർ റിസർച്ച് ചെയ്യാണ്, എന്താണ് ഇത് പ്രതിവിധി, എന്ത് മാറ്റണം. അപ്പൊ ലോകത്തില് 20% ആൾക്കാർ ഈ മാറ്റത്തിന് വേണ്ടി മാറുന്നുണ്ട്. ഈ ഒരു വ്യക്തി മാത്രമല്ല, ഒത്തിരി പേര് ആളുകൾക്ക് ഹെൽത്തും സന്തോഷവുമാണ്. കുറെ പൈസ ഉണ്ടാക്കിയിട്ട് ഒരു കാര്യമില്ല എന്നുള്ള തിരിച്ചറിവ് ആളുകളിലേക്ക് എത്തി. അപ്പൊ സന്തോഷവും സമാധാനവും അതിന്റെ അടിസ്ഥാന കാര്യങ്ങളിലേക്ക് ഓരോ ക്ലാസ്സുകളിലും നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ടോ? ക്രെഡിബിലിറ്റി, എൻ്റെ ക്രെഡിബിലിറ്റിയെ കുറിച്ചാണ് ഞാൻ പറയുന്നത്. ഞാനിത് ഒരു ക്ലാസ് എടുക്കുന്ന വ്യക്തിയല്ല. ആദ്യമേ തന്നെ നിങ്ങളോട് പറയട്ടെ, ക്ലാസ് എടുക്കുന്ന വ്യക്തിയല്ല, ഞാൻ പ്രാക്ടീസ് ചെയ്യുന്ന വ്യക്തിയാണ്. ഞാൻ ഈ കാര്യങ്ങളെല്ലാം പ്രാക്ടീസ് ചെയ്തിട്ടാണ്. ഞാനൊരു ഈ പറയുന്ന പോസിറ്റീവ് മൈൻഡ് സെറ്റ് അത് ഞാൻ ബുക്കുകൾ വായിച്ചിട്ടാണെങ്കിലും അത് പ്രാക്ടീസ് ചെയ്യുന്ന വ്യക്തിയാണ്. ഞാൻ ഓരോ കുടുംബത്തിൽ ചെന്ന് അവരെ അപ്രീഷിയേറ്റ് ചെയ്യാൻ പഠിക്കുന്ന വ്യക്തിയാണ്. അതുപോലെ എക്സർസൈസ് പ്രാക്ടീസ് ചെയ്യുന്ന വ്യക്തിയാണ്. സ്കൂളിൽ പഠിച്ച എക്സർസൈസ്, അതിനുശേഷം എനിക്ക് ഇന്ത്യൻ എയർഫോഴ്സിൽ ജോലി കിട്ടിയപ്പോഴൊന്നും ഞാൻ ഈ പറയുന്ന എക്സർസൈസോ സ്പോർട്സിലൊന്നും പങ്കെടുത്തിട്ടില്ല. പക്ഷെ ഞാൻ ഒരു സർട്ടൻ ഏജ് കഴിഞ്ഞപ്പോൾ 40ാമത്തെ വയസ്സ്, 40 അല്ല, ഒരു 35 വയസ്സിൽ തന്നെ ഞാൻ മനസ്സിലാക്കി യോഗയെ കുറിച്ച്. എന്തിനാണ് യോഗ, എന്താണ് യോഗ, യോഗ എന്താണെന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ എൻ്റെ ശരീരത്തെക്കുറിച്ച് ഞാൻ മനസ്സിലാക്കിയത്. ആ ശരീരം എന്തിനാണ്, നമ്മൾ എന്തിനു ഫുഡ് കഴിക്കുന്നത് മനസ്സിലാക്കിയത് അപ്പോഴാണ്. അങ്ങനെ ന്യൂട്രീഷനെ കുറിച്ച് ഞാൻ പഠിച്ചു. ആ ന്യൂട്രീഷനെ കുറിച്ച് പഠിച്ചപ്പോൾ ഈ എന്തിനാണ് നമ്മൾ ഈ ഭക്ഷണം കഴിക്കുന്നത്, ഈ ഭക്ഷണം കഴിച്ച് നമ്മുടെ ശരീരത്തിൽ ചെന്ന് കഴിയുമ്പോൾ എന്താണ് സംഭവിക്കുന്നത്, ഈ പോഷകങ്ങൾ എന്താണ്, ഏത് രീതിയിലുള്ള ഭക്ഷണങ്ങളാണ് പോഷകങ്ങളുള്ളത്, എന്തിനാണെന്നുള്ളതൊക്കെ മനസ്സിലാക്കിയത് അപ്പോഴാണ്. അപ്പം നമ്മൾ ഓരോ കാലഘട്ടത്തിലും നമ്മളുടെ പ്രശ്നങ്ങൾ വരുമ്പോൾ ആണ് ഓരോ കാര്യങ്ങൾ പഠിക്കുന്നത്. അങ്ങനെ ഓരോന്ന് പഠിച്ച് പ്രാക്ടീസ് ചെയ്യുന്ന വ്യക്തി എന്ന നിലയിലാണ് ഞാനിപ്പോൾ ഈ 66ാമത്തെ വയസ്സിലും പ്രകൃതി അനുഗ്രഹിച്ച് എനിക്ക് യാതൊരു പ്രശ്നങ്ങളും ഇല്ല. അത് മറ്റുള്ളവർക്ക് ലഭിക്കണം എന്നുള്ള ആത്മാർത്ഥമായിട്ടുള്ള ആഗ്രഹം കൊണ്ട് മാത്രമാണ് ഞാൻ ഈ കമ്മ്യൂണിറ്റി ബിൽഡ് ചെയ്യുന്നത്. ഇങ്ങനെ ഓരോരുത്തരായിട്ട് നമ്മുടെ കമ്മ്യൂണിറ്റിയിൽ ജോയിൻ ചെയ്യുക. ഞങ്ങൾക്ക് ചെയ്യുന്ന പ്രവൃത്തികളെ കുറിച്ച് ഞങ്ങൾ പറയുന്നുണ്ട്. നിങ്ങൾ പെട്ടെന്നുള്ള ഇനി ഞാൻ വളരെ സീരിയസ് ആയിട്ടുള്ള ഒരു കാര്യമാണ്, എക്സ്ക്യൂസ് മീ, വളരെ സീരിയസ് ആയിട്ടുള്ള ഒരു കാര്യത്തിലേക്കാണ് കിടക്കുന്നത്. നിങ്ങൾ പെട്ടെന്നുള്ള ഒരു പരിഹാരത്തിനോ ഒറ്റ രാത്രി കൊണ്ടുള്ള അത്ഭുതത്തിനോ വേണ്ടിയാണ് തിരിയുന്നത്. ഇത് നിങ്ങൾക്കുള്ളതല്ല. ഞാൻ നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്ന മനസ്സിലായല്ലോ, ഇതൊരു ക്വിക്ക് ഫിക്സ് അല്ല. നിങ്ങൾക്ക് പെട്ടെന്ന് കാര്യങ്ങൾ മനസ്സിലാക്കി ഇത് നിങ്ങളൊരു എന്താ പറയുന്ന ഒരു അലോപ്പതി മെഡിസിൻ തന്ന് നിങ്ങൾക്ക് ചേഞ്ചസ് വരുത്താൻ പറ്റുന്ന ഒരു സംഭവമല്ല എന്നുള്ളത് ആദ്യമേ മനസ്സിലാക്കുക.
നിങ്ങൾ ആ കസേരയിൽ ഇരുന്നുകൊണ്ട് നിങ്ങൾക്ക് മാറ്റങ്ങൾ വരുത്താം എന്ന് വിചാരിക്കരുത്. അതിനുള്ള വേദിയല്ല ഇതെന്ന് ഏറ്റവും ആദ്യമേ പറഞ്ഞിട്ടുണ്ട്. ഈ പ്രോഗ്രാം അവരുടെ ക്ഷേമത്തിനായി ആത്മാർത്ഥമായി പരിശ്രമിക്കാൻ തയ്യാറുള്ളവർക്കുള്ളതാണ്. നിങ്ങളുടെ ജീവിതത്തിന്റെ പൂർണ്ണ ഉത്തരവാദിത്വം ഏറ്റെടുക്കാൻ നിങ്ങൾ തയ്യാറല്ലെങ്കിൽ ദയവായി ഇപ്പോൾ തന്നെ നിങ്ങൾ പുറത്തു പോകാം. പറഞ്ഞ മനസ്സിലായി കാണുമെന്ന് വിചാരിച്ചു. അതിന് കാരണം ഞാനൊരു സിമ്പിൾ എക്സാമ്പിളും കൂടി പറയാം. ഞാൻ ഹെൽത്തിനെ കുറിച്ച് സംസാരിക്കാൻ വേണ്ടി ഞാൻ എൻ്റെ വീഡിയോകൾ കണ്ടു കഴിഞ്ഞപ്പോൾ എൻ്റെ ഒരു അറിയാവുന്നൊരു വ്യക്തി, സുഹൃത്തല്ല, ഒരു അറിയാവുന്ന വ്യക്തി, വളരെ വലിയൊരു ജോലിക്കാരനാണ്. ആ ജോലിക്കാരനായിട്ടുള്ള ആ വ്യക്തി പറഞ്ഞു, നീ എന്താണ് ഇങ്ങനെ ഉള്ള കാര്യങ്ങളൊക്കെ ചെയ്യണമെന്ന് ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു, ഓരോ കുടുംബത്തിലേക്കും ഹെൽത്ത് എത്തിക്കുക എന്നുള്ളതാണ് എൻ്റെ മിഷൻ, അതാണ് ചെയ്തതെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ ആളോട് ചോദിച്ചു, സാറിന് എന്താണ് അങ്ങനെ ചോദിക്കാൻ കാരണം? അല്ല, കുഴപ്പമൊന്നുമില്ല, നല്ല കാര്യമാണ് ചെയ്യുന്നത്. അപ്പോൾ സാർ ഈ പ്രോഗ്രാമിലേക്ക് വന്നോളൂ. അപ്പോൾ അദ്ദേഹം പറഞ്ഞ ഒരു കാര്യമുണ്ട്, വളരെ പ്രസക്തമാണ്. പറഞ്ഞു, ഞാൻ വലിയൊരു കമ്പനിയിലാണ് വർക്ക് ചെയ്യുന്നത്. ആ കമ്പനി എനിക്ക് ഇൻഷുറൻസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. എത്ര രൂപ ചെലവ് വന്നു കഴിഞ്ഞാലും എനിക്ക് വരുന്ന അസുഖങ്ങളെ ട്രീറ്റ് ചെയ്യാനുള്ള ഇൻഷുറൻസ് കവറേജ് എനിക്കുണ്ട്. അതുകൊണ്ട് ഞാൻ ഇതിനെക്കുറിച്ച് ബോധർ ചെയ്യാറില്ല എന്ന് പറഞ്ഞു. ശരി, വളരെ നല്ലതാണ്, വളരെ നല്ലതാണെന്ന് ഞാൻ പറഞ്ഞു. അവിടെ ആ സംഭാഷണം അവിടെ അവസാനിപ്പിച്ചു. ആ ഒരു വ്യക്തിയുടെ മൈൻഡ് സെറ്റിനെ കുറിച്ചാണ് ഞാനിപ്പോൾ നിങ്ങളോട് പറഞ്ഞത്. അദ്ദേഹത്തിന് ഇൻഷുറൻസ് കവറേജ് ഉണ്ടെങ്കിൽ അദ്ദേഹത്തിന്റെ ശരീരം കീറിമുറിക്കാനോ എന്ത് ചെയ്യാനോ വിട്ടുകൊടുക്കാനോ അയാൾ തയ്യാറാണ്. ആ മൈൻഡ് സെറ്റ് നല്ലതാണ് കേട്ടോ. എനിക്കൊന്നും സംഭവിക്കും, ആ ഇൻഷുറൻസ് ഉള്ളത് കൊണ്ടുള്ള അദ്ദേഹത്തിന്റെ കോൺഫിഡൻസ് ഉണ്ടല്ലോ, അത് അദ്ദേഹത്തിനെ രക്ഷിക്കും. എനിക്കറിയാം ആ ഇൻഷുറൻസ് ഉണ്ട്, അതുകൊണ്ട് എനിക്ക് അസുഖം വരില്ല എന്ന് പുള്ളി അങ്ങോട്ട് തീരുമാനിച്ചു കഴിഞ്ഞാൽ തന്നെ അത് അദ്ദേഹം വരില്ല എന്നുള്ളത് ഞാൻ തീരുമാനിച്ചു. പക്ഷെ അദ്ദേഹത്തിന്റെ മൈൻഡ് സെറ്റ് എന്ന് പറഞ്ഞാൽ വേറെ ഒന്നും ചെയ്യാൻ എനിക്ക് താല്പര്യമൊന്നുമില്ല. അപ്പൊ എന്തെങ്കിലും അസുഖം വരുമ്പോൾ ഹോസ്പിറ്റലിൽ അല്ലെങ്കിൽ എൻ്റെ കമ്പനി നോക്കിക്കോട്ടെ എന്നുള്ളൊരു മാനസികാവസ്ഥ. അങ്ങനെ ആൾക്കാരുണ്ട്. ആ ഒരു എനിക്ക് വറി ചെയ്യേണ്ട ആവശ്യമില്ല. ഇപ്പൊ ആൾക്കാരുടെ പ്രധാന പ്രശ്നം എന്ന് പറഞ്ഞാൽ അത് ഹോസ്പിറ്റലിൽ പോയി കഴിഞ്ഞാൽ പൈസ പോകുക എന്നുള്ളതാണ്. അവരെ കീറി മുറിക്കുന്നതിനോ അല്ലെങ്കിൽ ഇപ്പോൾ ഒരു സ്ട്രോക്ക് വന്നതിന് തളർന്നു പോകുന്നതിനെ കുറിച്ചൊന്നും അവരും ബോധമില്ല. അവരെ സംബന്ധിച്ച് പൈസ കമ്പനി മുടക്കിക്കോളും അല്ലെങ്കിൽ ഇൻഷുറൻസ് കൊടുത്തോളും എന്നുള്ളത്. ആൾക്കാർ ഒന്ന് ശ്രദ്ധിക്കേണ്ടതുണ്ട്. നിങ്ങൾ ഒരു മെഡിക്കൽ ഇൻഷുറൻസ് എടുത്തു കഴിഞ്ഞാൽ എത്രമാത്രം കാശ് നിങ്ങൾക്ക് കിട്ടുന്നുണ്ട് എന്നുള്ളത് കൂടി ഒന്ന് അന്വേഷിച്ചിരുന്നാൽ നല്ലതായിരിക്കും. നിങ്ങളുടെ ജീവിതത്തിൽ പൂർണ്ണ ഉത്തരവാദിത്വം ഏറ്റെടുക്കാൻ നിങ്ങൾ തയ്യാറല്ലെങ്കിൽ കുടുംബം, ആരോഗ്യം, സമാധാനം എന്നിവയ്ക്ക് മുൻഗണന നൽകാൻ തയ്യാറുള്ളവർക്ക് മാത്രമേ ഇതിൽ നിന്ന് പ്രയോജനം ലഭിക്കുകയുള്ളൂ. വ്യക്തമായിട്ട് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്ന കാര്യമാണ്. 80-20 പ്രിൻസിപ്പിളിൽ നോക്കിയിരിക്കാനുള്ളവർക്ക് വേണ്ടിയുള്ളതല്ല. നിങ്ങൾ ആ 20% വരാൻ ആഗ്രഹിക്കുന്ന വ്യക്തി, ഞാൻ വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട് കേട്ടോ. നിങ്ങൾക്ക് പ്രയോജനം കിട്ടാൻ വേണ്ടി മാത്രമാണ് പറഞ്ഞത്, വളരെ സ്ട്രിക്റ്റ് ആയിട്ട് പറയുന്നത്. നിങ്ങൾക്ക് പ്രയോജനം, നിങ്ങൾക്ക് അതിനുവേണ്ടി വർക്ക് ചെയ്യാൻ തയ്യാറാണെങ്കിൽ മാത്രമേ ഇതുകൊണ്ട് പ്രയോജനമുള്ളൂ. അല്ലാതെ ഞാൻ പറയുന്ന പ്രഭാഷണം കേട്ടതുകൊണ്ട് നിങ്ങൾക്ക് ഒരു ഗുണം കിട്ടാൻ പോകുന്നില്ല. ഞാൻ ചില ഇൻസ്ട്രക്ഷൻസ് തരും, ഇൻസ്ട്രക്ഷൻസ് പോലെ നിങ്ങളുടെ അത് പിന്തുടർന്നാൽ മാത്രമേ നിങ്ങൾക്ക് പ്രയോജനം കിട്ടുള്ളൂ. അത് പ്രാക്ടിക്കലി ചെയ്യേണ്ട കാര്യമാണെന്നും കൂടി മനസ്സിലാക്കുക. വളരെ സീരിയസ് ആയിട്ടായിരിക്കും കാര്യങ്ങൾ പറയുന്നത്, നിങ്ങൾ അതുകൊണ്ട് വിഷമിക്കേണ്ട ആവശ്യമൊന്നുമില്ല. അടുത്തതെന്ന് പറയുന്നത്, ഗൗരവമായി കാണുന്നവർക്കായി നിങ്ങൾ മാറ്റത്തിന് പ്രതിജ്ഞാബദ്ധരാണെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിലെ ഒരു മുന്നേറ്റ നിമിഷമാകുന്ന ഒരു ഓഫറിനായി കാത്തിരിക്കുക. ഇതൊരു ഓഫർ, ഇതൊന്നും ഫ്രീ ആയിട്ടൊന്നും ലഭിക്കുന്നുണ്ട്. ഒരു കേക്ക് വാക്ക് ഇവിടെ ഇല്ല കേട്ടോ. നമ്മളൊരു സാമൂഹ്യ സേവനമൊന്നും നടത്തുന്നതല്ല. ഇതിനകത്ത് ഞാനിപ്പോൾ ഇതിനകത്ത് ചില ആളുകൾ ഒരു 15 രൂപ മുടക്കി വന്നവരുണ്ട്. ഞാൻ ഇതിനകത്ത് ഫ്രീ ആയിട്ട് വരുന്നവരുണ്ട്. ഞാൻ ഫ്രീ ആയിട്ട് എല്ലാവരും കാണിക്കാൻ ആഗ്രഹിക്കുന്നു. ഫ്രീ ആയിട്ടെന്ന് പറയുമ്പോൾ ആൾക്കാർ ഇതിനകത്തൊരു വില കൊടുക്കുന്നില്ല. അതുകൊണ്ട് ഞാനൊരു പേയ്മെന്റും വെച്ചിട്ടുണ്ട്. ഇപ്പൊ ഇതിനകത്ത് ഫ്രീ ആയിട്ടുള്ള ആളുകൾ ചിലപ്പോൾ വന്നിട്ടുണ്ടാവും, 15 രൂപ മുടക്കി വന്നവരും ഉണ്ടാവും. അപ്പൊ അതൊന്നും എന്റെ പ്രശ്നമല്ല. ഇപ്പൊ ആൾക്കാരെ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. എന്റെ പ്രധാനം പ്രോഗ്രാം അവതരിപ്പിക്കുന്നതിൽ എനിക്ക് വളരെ സന്തോഷമുണ്ട്. അത് എന്തൊക്കെയാണ് ആ പ്രോഗ്രാം എന്ന് ഞാൻ പറയാം. നിങ്ങളുടെ കുടുംബത്തിന്റെ ദൈനംദിന ജീവിതത്തിൽ ആരോഗ്യവും ക്ഷേമവും സമന്വയിപ്പിക്കുന്ന ഒരു സമ്പൂർണ്ണ പ്രോഗ്രാമാണ്. ഇതൊരു കോഴ്സ് മാത്രമാണ്, ഇതൊരു മുന്നേറ്റമാണ്, ഒരു റെവല്യൂഷനാണ്. പിന്തുണയും തെളിയിക്കപ്പെട്ട രീതികളും പ്രവർത്തനക്ഷമമായ തന്ത്രങ്ങളും ലഭിക്കുന്ന ഒരു സമൂഹം. ആ കമ്മ്യൂണിറ്റിയെ കുറിച്ചാണ് നിങ്ങളിൽ തന്നെ നിക്ഷേപിക്കുക. കാരണം മറ്റാർക്കും നിങ്ങൾക്ക് വേണ്ടി അത് ചെയ്യാൻ സാധിക്കില്ല. എന്തൊക്കെയാണ് ഞങ്ങൾ ചെയ്യുന്നത് എന്നുള്ളത് ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ ഞാൻ പറയാം. ഇവിടെ എക്സർസൈസ് പ്രോഗ്രാം ഉണ്ട്. രാവിലെ 6:15 മുതൽ 7:15 വരെ എക്സസൈസ്, ഡിഫറെന്റ് ടൈപ്പ് ഓഫ് എക്സസൈസ്. അതായത് തിങ്കളാഴ്ച മുതൽ വെള്ളിയാഴ്ച വരെ രാവിലെ 6:15 മുതൽ 7:15 വരെയാണ്. അപ്പൊ രാവിലെ എഴുന്നേക്കില്ല, എനിക്ക് എഴുന്നേക്കാൻ പറ്റുന്ന ആളല്ല എന്ന് പറഞ്ഞാൽ ഞാൻ നടക്കില്ല. അപ്പൊ അത് ഒന്നിച്ച് ആ ട്രെയിനേഴ്സ് അത് ചെയ്യുമ്പോൾ നിങ്ങൾ വീഡിയോ ഓൺ ചെയ്ത് അത് അറ്റൻഡ് ചെയ്യുമ്പോഴാണ് നിങ്ങൾക്ക് പ്രയോജനം കിട്ടുക. നിങ്ങൾ എന്തെങ്കിലും മിസ്റ്റേക്ക്, ഇപ്പം നിങ്ങളൊന്നും എക്സർസൈസ് ചെയ്യാത്ത വ്യക്തികളാണെങ്കിൽ നിങ്ങൾക്ക് പ്രയോജനം കിട്ടണമെങ്കിൽ അവർ മിസ്റ്റേക്ക് വരുത്തി കഴിഞ്ഞാൽ പ്രശ്നമാണ്. അപ്പം നിങ്ങൾ തെറ്റായ രീതി ചെയ്യാതിരിക്കാൻ വീഡിയോ ഓൺ ചെയ്തുകൊണ്ട് കണ്ട് നിങ്ങളെ കറക്റ്റ് ചെയ്യുന്നുണ്ടാവും. ഇപ്പം നിങ്ങളുടെ പ്രായം അനുസരിച്ചും നിങ്ങളുടെ ഹെൽത്ത് കണ്ടീഷൻ അനുസരിച്ചുള്ള
പ്രോഗ്രാംസ് നിങ്ങൾക്ക് ചെയ്യാം. അത് രാവിലെ എഴുന്നേൽക്കുക, അത് ഏത് രീതിയിൽ നിങ്ങൾ ഹെൽത്ത് ഈ പറയുന്ന എക്സർസൈസ് പ്രോഗ്രാമിലേക്ക് വരണം എന്നുള്ളത് ഞാൻ ശനിയാഴ്ച ദിവസങ്ങളിൽ ഇതിനകത്തേക്ക് വരുന്ന ആൾക്കാർക്ക് വേണ്ടി ഒരു എക്സർസൈസിനെ കുറിച്ചുള്ള ഒരു ക്ലാസ് നടത്തുന്നുണ്ട്. എന്തെല്ലാം പ്രിക്കോഷൻസ് എടുത്താൽ മാത്രമേ നിങ്ങൾക്ക് ഇങ്ങനെ ചെയ്യാവുള്ളൂ എന്നുള്ള കാര്യങ്ങൾ പഠിപ്പിക്കുന്നുണ്ടാവും. അതൊന്നാമത്തെ കാര്യം. ഇനി ഞങ്ങൾ എല്ലാ തിങ്കളാഴ്ചയും ബുധനാഴ്ചയും എനിക്ക് വെൽനസ് ക്ലാസ്സുകളുണ്ട്. ഇന്നിപ്പോൾ ഞാൻ എന്താണ് സോഷ്യോപ്രീനിയർ, ഞങ്ങൾ ഈ കമ്മ്യൂണിറ്റി എന്താണ് ചെയ്യുന്നതിനെ കുറിച്ചാണ്. ഇനി എന്താണ് നിങ്ങളുടെ ആരോഗ്യം, നിങ്ങളുടെ എന്താണ് പോഷകങ്ങൾ നിങ്ങളുടെ ശരീരത്തിന് ചെയ്യുന്നത്, എന്താണ് ഈ നിങ്ങൾ കഴിക്കുന്ന ഭക്ഷണത്തിൽ എന്തൊക്കെയാണ് ഉള്ളത്, എക്സർസൈസ് ചെയ്തുകൊണ്ടുള്ള പ്രയോജനങ്ങൾ എന്താണ്, എന്തുകൊണ്ട് അസുഖങ്ങൾ വരുന്നു, പഴയകാലത്ത് ഏത് ടൈപ്പ് അസുഖങ്ങളായിരുന്നു, ഇപ്പോൾ ഈ കാലഘട്ടത്തിൽ എന്തെല്ലാം അസുഖങ്ങളാണ്, എന്തുകൊണ്ട് ഇത് വരുന്നു എന്നുള്ള കാര്യങ്ങൾ പറഞ്ഞു തരാൻ വേണ്ടി എല്ലാ ദിവസവും എല്ലാ ആഴ്ചയും മൺഡേയും വെനസ്ഡേയും ഈ 8:30-ക്ക് ഞാനൊരു റീറ്റെയിൽ ഷോപ്പ് നടത്തുന്ന വ്യക്തിയാണ്. ഞാൻ 8:30-ക്ക് ഇവിടെ വന്ന് ഫ്രീ ആയി കഴിയുമ്പോഴാണ് ഞാൻ ഇത് ചെയ്യുന്നത്. അപ്പോൾ ഇത് പറഞ്ഞു തരുന്നുണ്ടാവും. രാവിലെ എക്സർസൈസ് പ്രോഗ്രാം ഉണ്ടാവും. ഇനി സ്പെഷ്യലായിട്ട് വെബിനാറുകൾ നടത്തുന്നുണ്ടാവും. അതുകൂടാതെ എന്തെങ്കിലും ഇനി എൻ്റെ പ്രോഗ്രാംസിനെ കുറിച്ച് ഞാൻ ജസ്റ്റ് ഒരു ബ്രീഫ് ആയിട്ടുള്ള ഒരു കാര്യം ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ ആഗ്രഹിക്കണം. എൻ്റെ സ്ക്രീൻ കാണുന്നുണ്ടോ എന്നൊന്ന് കൈപൊക്കി കാണിക്കാവോ? സ്ക്രീൻ കാണാൻ പറ്റുന്നുണ്ടോ? ഓക്കെ. ഇതാണ് കോഴ്സുകളുണ്ട്. ഈ കോഴ്സുകൾ എന്ന് പറയുന്നതാണ്, ഇതിപ്പോൾ ഫിസിക്കൽ ഹെൽത്ത് ആൻഡ് വെൽനസ് എന്നുള്ളൊരു കോഴ്സാണ്. നിങ്ങൾ കമ്മ്യൂണിറ്റിയിൽ വന്നു കഴിയുമ്പോൾ നിങ്ങൾക്ക് ആദ്യം ലഭിക്കുന്ന ഒരു കാര്യമാണ് ഫിസിക്കൽ ഹെൽത്ത് ആൻഡ് വെൽനസ്. ഇപ്പം ഇതിനകത്ത് ഒത്തിരി പോർഷൻസ് ഉണ്ട്. ഇപ്പം ഞാനിത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കും കുറേ കാര്യങ്ങൾ. സോഷ്യോപ്രീനിയർ, ഹെൽത്ത് ആൻഡ് വെൽനസ്, ഫിസിക്കൽ ഹെൽത്ത്, ബോഡി ക്ലീനിങ്, ഡിസീസ്, അസുഖങ്ങൾ, പിന്നെ ഓരോ പോഷകങ്ങൾ, കാർബോഹൈഡ്രേറ്റ്, ഫാറ്റ്, പ്രോട്ടീൻ, വൈറ്റമിൻസ്, മിനറൽസ്, മൈൻഡ് ഹെൽത്ത്, റിലാക്സേഷൻ ടെക്നിക്ക്, ബ്രീത്തിങ്, പ്രോപ്പർ ബ്രീത്തിങ്, സോഷ്യൽ ഹെൽത്ത്, എന്താണ് സ്പിരിച്വാലിറ്റി, ഇങ്ങനെയുള്ള കാര്യങ്ങളെക്കുറിച്ചായിരിക്കും ഇവിടെ പ്രതിപാദിക്കുന്നതെങ്കിൽ അടുത്തതെന്ന് പറയുന്നത് മെന്റൽ ഹെൽത്ത്, മൈൻഡ് ഹെൽത്തിനെ കുറിച്ച്. നമ്മൾ മൈൻഡിൽ നമ്മൾ ശരിക്കും മാനസികമായിട്ട് നല്ല രീതിയിൽ എത്തിയാൽ മാത്രമേ നമുക്ക് കാര്യമുള്ളൂ. ഇനി സോഷ്യൽ വെൽനസ് എന്ന് പറയുന്ന ഒരു കാര്യമുണ്ട്. സമൂഹമായിട്ടും, സമൂഹം എന്ന് പറയുന്നത് നമ്മുടെ കുടുംബം മുതലാണ് താഴെ, കുടുംബമായിട്ടുള്ളതിൽ ഇതിൻ്റെ സ്പിരിച്വൽ വെൽബീങ് എന്താണെന്ന് പഠിപ്പിക്കുന്നുണ്ടാവും. ബിസിനസ് മീൻസ് എന്താണ് ബിസിനസ് എന്നതിനെക്കുറിച്ച്, ഹസ്ബൻഡ് ആൻഡ് വൈഫ് റിലേഷൻഷിപ്പ്, കുട്ടികളെ വളർത്തുന്ന രീതികളെക്കുറിച്ച്, അങ്ങനെയുള്ള കാര്യങ്ങൾ കുറേ ഒക്കെ ഞങ്ങൾ ഒരു ക്ലാസ് ഇതിനകത്തുണ്ട്. കോഴ്സ് പ്രോഗ്രാം ഉണ്ട്. ആ കോഴ്സ് നിങ്ങൾക്ക് അറ്റൻഡ് ചെയ്യാൻ പറ്റും. അതാണ് ഒന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ, നിങ്ങൾ ഇതിലേക്ക് വന്നു കഴിയുമ്പോൾ നിങ്ങൾക്ക് ആദ്യം ലഭിക്കുന്നത് ഈ കോഴ്സ് പ്രോഗ്രാമാണ്. കോഴ്സിൽ നിങ്ങൾക്ക് അറ്റൻഡ് ചെയ്യാം. അത് നിങ്ങളുടെ ടൈമിൽ, അപ്പോൾ അതിനകത്ത് ടൈമിംഗ് ഒന്നുമില്ല, നിങ്ങളുടെ ഇഷ്ടത്തിന് ഇരുന്നത് കാണാവുന്നതാണ്. ഒരു ഫ്ലാഗ്ഷിപ്പ് പ്രോഗ്രാം മോഡ്യൂൾസ് എന്തൊക്കെയാണെന്നുള്ളതെന്ന് പറയുന്നത് ഡെയിലി വെൽനസ് റുട്ടീൻ, അതാണ് ഞാൻ പറഞ്ഞ തിങ്കളാഴ്ച മുതൽ വെള്ളിയാഴ്ച വരെയാണ് അതുള്ളത്. ഇനിയുള്ളത് മൈൻഡ് ബോഡി മാസ്റ്ററി, സിമ്പിൾ യോഗ ആൻഡ് മെഡിറ്റേഷൻ. ഈ എക്സർസൈസ് പ്രോഗ്രാം എന്ന് പറഞ്ഞാൽ ചെയ്യുന്നത് മൺഡേ ഒരു ദിവസം അപ്പർ ബോഡി ആണെങ്കിൽ മറ്റു ദിവസം ലോവർ ബോഡി ആയിരിക്കും, പിന്നെ ഹോൾ ബോഡി ആയിരിക്കും, പിന്നെ കോർ മസിൽസിനായിരിക്കും, പിന്നെ യോഗ, അങ്ങനെയുള്ള ഡിഫറെൻറ്റ് 5 ദിവസവും വ്യത്യസ്തമായിട്ടുള്ള എക്സർസൈസ് പ്രോഗ്രാം ആയിരിക്കും അതിനകത്ത് മൈൻഡ് മാസ്റ്ററി ഒക്കെ ഉണ്ടായിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് മെൻ്റലി നിങ്ങൾക്ക് ഒരു മെഡിറ്റേഷൻ വഴി കാര്യങ്ങളൊക്കെ ചെയ്യുന്നതിനെ കുറിച്ചുള്ള ക്ലാസ്സുകളും ഉണ്ടായിരിക്കും. അപ്പോൾ അത് പ്രാക്ടീസ് ചെയ്യുമ്പോഴാണ് നമുക്ക് ടോട്ടലി കമ്മ്യൂണിറ്റി ബിൽഡിംഗ് ആൻഡ് അക്കൗണ്ടബിലിറ്റി. ഈ കമ്മ്യൂണിറ്റി എന്ന് പറയുന്നത് നമ്മളൊരു കമ്മ്യൂണിറ്റിയിലായിരിക്കുമ്പോൾ ഉണ്ടാകുന്ന, ഞാൻ പറഞ്ഞല്ലോ, നമ്മളെ സപ്പോർട്ട് ചെയ്യാൻ കുറച്ച് പേര്, നമ്മൾ തന്നെയല്ല. ഇപ്പോൾ പല ആൾക്കാരും എക്സർസൈസ് സ്റ്റാർട്ട് ചെയ്യുമ്പോഴുള്ള പ്രധാന പ്രശ്നം, കേരളത്തിലെ സംബന്ധിച്ച് ആളുകൾ നടക്കാൻ പോവുകയാണ് ഏറ്റവും ഒന്നാമത്തെ കാര്യം ചെയ്യുന്നത്. ഈ നടക്കാൻ പോയി കഴിയുമ്പോൾ മഴ വരുമ്പോൾ നിൽക്കും. ഇപ്പോൾ ഇത് പറഞ്ഞാൽ ഇപ്പോൾ എനിക്ക് തോന്നുന്നു 6 മാസത്തിൽ കൂടുതലായിട്ട് കേരളത്തിലെ മഴയാണ്. ഇപ്പോൾ നടക്കുന്ന ആൾക്കാർ ആരും കാണാനില്ല. അപ്പം നമ്മളൊരു നടപ്പ് തുടങ്ങിക്കഴിഞ്ഞാൽ കേരളത്തെ സംബന്ധിച്ച് കുട പിടിച്ച് നടക്കുന്ന വളരെ ചുരുക്കം ആൾക്കാർ, ആ കുട പിടിച്ച് നടക്കുന്നതിൻ്റെ എഫക്റ്റ് കിട്ടില്ല. അതേസമയം നിങ്ങളുടെ വീട്ടിലെ കംഫർട്ടിൽ, നിങ്ങളുടെ റൂമിലിരുന്നുകൊണ്ട്, വിൻഡോ ഒക്കെ തുറന്നിടാൻ പറ്റുന്ന രീതിയിൽ നിന്നുകൊണ്ട്, നിങ്ങൾ വീട്ടിലെ കംഫർട്ടിൽ ഇരുന്നുകൊണ്ട് നിങ്ങൾക്ക് ഓൺലൈനിലുള്ള കോഴ്സ് നമ്മുടെ കമ്മ്യൂണിറ്റിയിലുള്ള മറ്റുള്ളവർ ചെയ്യുന്നതിനൊപ്പം നിങ്ങൾക്ക് അത് ചെയ്യാൻ സാധിച്ചാൽ എങ്ങനെ ഉണ്ടാവും? അത് സ്ഥിരമായിട്ട് നിങ്ങൾ ചെയ്യുന്നുണ്ടാവും. അതാണ് കമ്മ്യൂണിറ്റിയുടെ പെർഫെക്റ്റ്നെസ് എന്ന് പറയുന്നത്. കമ്മ്യൂണിറ്റിയുടെ പ്രത്യേകത എന്ന് പറയുന്നത് അതാണ്. നിങ്ങൾ തന്നെയല്ല എന്ന്. ചില ആളുകൾ എക്സസൈസ് ഇതുപോലെ വീട്ടിൽ തുടങ്ങുന്ന ആൾക്കാരുണ്ട്. വീട്ടിൽ തുടങ്ങി കഴിയുമ്പോൾ എന്താണ് ഒരു പ്രധാന പ്രശ്നം? കുറച്ച് ഈ തന്നെ ചെയ്ത് കഴിയുമ്പോൾ ആൾക്കാർ മടുക്കും. അതുകൊണ്ടാണ് ഇപ്പം നമ്മളുടെ ഈ എക്സസൈസ് പ്രോഗ്രാം എന്ന് പറഞ്ഞാൽ 18 വയസ്സ് മുതൽ 88 വയസ്സ് വരെയുള്ള ആളുകൾ ഞങ്ങളുടെ പ്രോഗ്രാമിൽ പങ്കെടുക്കുന്നുണ്ട്. അപ്പോൾ അവർ പങ്കെടുക്കാനുള്ള കാരണം എന്ന് പറഞ്ഞാൽ ഒരു വിരസത ഇല്ലാതെ
ഡിഫറൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ പഠിപ്പിക്കുന്നതുകൊണ്ട് ആളുകൾ സന്തോഷത്തോടെ അത് ചെയ്യാൻ തയ്യാറാവുന്നു എന്നുള്ളതാണ്. കമ്മ്യൂണിറ്റിയിലുള്ള ആൾക്കാരുടെ സപ്പോർട്ട്, അത് കമ്മ്യൂണിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് മാസ്റ്റർ ക്ലാസ്സുകൾ ഉണ്ടാവും, ഹെൽത്തിനെ കുറിച്ചുള്ള ക്ലാസ്സുകൾ ഉണ്ടാവും, അങ്ങനെയുള്ള എക്സ്ക്ലൂസീവ് ആയിട്ടുള്ള വെബിനാറും Q&A സെഷൻസും ഉണ്ടാവായിരിക്കും. ഒരു പ്രൈവറ്റ് ഓൺലൈൻ കമ്മ്യൂണിറ്റിയിലേക്കാണ് നിങ്ങൾ എത്തിച്ചേരുന്നത്. ഈ പ്രോഗ്രാമിന്റെ ഒരു പൂർണ്ണമായ മൂല്യം എന്ന് പറയുന്നത് സാധാരണ നിങ്ങൾക്ക് മാർക്കറ്റിൽ നോക്കിക്കഴിഞ്ഞാൽ ഇതുപോലുള്ള ഒരു ഹെൽത്ത് പ്രോഗ്രാമിന് ഏകദേശം 10,000 രൂപയിൽ നമ്മൾ മുടക്കേണ്ടതായിട്ടുണ്ട്. പക്ഷെ ഇന്ന് എൻ്റെ ആഡ് കണ്ട് ഇവിടെ എത്തിയ നിങ്ങൾക്ക് ഏകദേശം 199 രൂപയ്ക്ക് നിങ്ങൾക്ക് ഈ കമ്മ്യൂണിറ്റിയിലേക്ക് വരാം. ഞങ്ങൾ അതിൻ്റെ പ്രധാന കാരണം കമ്മ്യൂണിറ്റിയിലെ ആക്സസ് ആളുകൾക്ക്, കൂടുതൽ ആളുകൾക്ക് ലഭിക്കാൻ വേണ്ടിയാണ് ഇത് ചെയ്യുന്നത്. എന്തുകൊണ്ട് പൈസ വെച്ചിരിക്കുന്നു? അതൊരു സോഷ്യൽ വർക്കായിട്ട് ചെയ്തുകൂടെ എന്ന് വെച്ചാൽ ഞാനത് ചെയ്തിരുന്ന വ്യക്തിയാണ്. അതുകൊണ്ട് ഫ്രീ ആയിട്ട് കിട്ടുന്നതിന് ആൾക്കാരൊരു മൂല്യം കൊടുക്കില്ല, അവർ ചെയ്യില്ല എന്നുള്ളൊരു കാരണം കൊണ്ട് മാത്രമാണ് ഇത് പേയ്മെൻറ്റ്. ഇന്ന് രാത്രി തന്നെ നിങ്ങൾക്ക് പേയ്മെൻറ്റ് നടത്താൻ പറ്റുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ കമ്മ്യൂണിറ്റിയിലേക്കുള്ള ആക്സസ് കിട്ടും. നിങ്ങൾക്ക് കോഴ്സ് പ്രോഗ്രാം നിങ്ങളുടെ സമയത്തിന് അറ്റൻഡ് ചെയ്യാം. എന്നിട്ട് രാവിലെ മുതൽ നിങ്ങൾക്ക് തിങ്കളാഴ്ച രാവിലെ നാളത്തെ എക്സസൈസ് നിങ്ങൾ വരുന്നുണ്ടെങ്കിൽ നാളത്തെ എക്സസൈസ് പ്രോഗ്രാമിൻ്റെ ക്ലാസ് അറ്റൻഡ് ചെയ്തതിന് ശേഷം തിങ്കളാഴ്ച മുതൽ നിങ്ങൾക്ക് എക്സസൈസ് പ്രോഗ്രാം അറ്റൻഡ് ചെയ്യാവുന്നതാണ്. ഇത് ഞാൻ ഈ പറഞ്ഞതെന്ന് പറഞ്ഞാൽ നിങ്ങൾ ഒരു 100% ഗ്യാരണ്ടിയോടുകൂടിയാണ് നിങ്ങൾക്ക് സമർപ്പിക്കുന്നത്. 100% നിങ്ങൾ ഒരാഴ്ചയോ അല്ലെങ്കിൽ 2 ആഴ്ചയോ നോക്കിയിട്ട് ഇത് ശരിയല്ല എന്ന് തോന്നിക്കഴിഞ്ഞാൽ നിങ്ങളുടെ മുഴുവൻ പൈസയും നിങ്ങൾ റീഫണ്ട് ചെയ്യുന്നുണ്ടാവും. അതും പ്രോമിസ് ചെയ്യുന്നു, ആത്മാർത്ഥമായിട്ടാണ് പറയുന്നത്. അടുത്ത 15 മിനിറ്റിലേക്കാണ് ഞങ്ങൾ ഈ ഓഫർ വയ്ക്കുന്നത്. നിങ്ങൾ ഈ ഇപ്പോൾ നമ്മൾക്ക് സമയം 9:00 10 മണിക്കുള്ളിൽ നിങ്ങൾ ഈ പേയ്മെൻറ്റ് നടത്തുകയാണെങ്കിൽ നിങ്ങൾക്ക് ഈ പറയുന്ന ബെനിഫിറ്റ് നിങ്ങൾക്ക് 199, ഒരു 200 രൂപ. നമ്മൾ ഫാമിലി ആയിട്ടൊന്ന് പുറത്ത് പോയി ഒരു ചായ കുടിക്കുന്ന പൈസ വരുന്നുള്ളൂ. നിങ്ങൾക്ക് ഞങ്ങളുടെ കമ്മ്യൂണിറ്റിയിലേക്ക് വരാം. ചില തീരുമാനങ്ങൾ ചെറുതാണെന്ന് തോന്നാം, ഇതൊക്കെ എന്ത് കാര്യം എന്ന് തോന്നാം. പക്ഷെ നിങ്ങൾ ഭാവിയിൽ ഈ ഒരു തീരുമാനം, ഞാനും പറഞ്ഞില്ല, അന്നൊരു 10,000 രൂപ കൊടുത്ത് ഞാനൊരു പേഴ്സണാലിറ്റി ഡെവലപ്മെന്റ് കോഴ്സ് അറ്റൻഡ് ചെയ്താണ് എൻ്റെ കുടുംബജീവിതം തന്നെ എന്നെ രക്ഷപ്പെടുത്തിയത്. അപ്പോൾ അന്ന് 10,000 രൂപ എന്ന് പറഞ്ഞാൽ വലിയ എമൗണ്ടാണ് 70s. അത് ആ ഒരു ചെറിയ തീരുമാനം എടുത്തു. ഞാനും എൻ്റെ വൈഫും അങ്ങനെ 25,000 റുപ്പീസിൻ്റെ അടുത്ത് മുടക്കിയിട്ടാണ് അന്ന് ഞങ്ങളൊരു കോഴ്സിന്. അത് എനിക്ക് ജീവിതത്തിൽ വളരെ വലിയ മാറ്റം എന്ന് പറഞ്ഞു. എനിക്കെൻ്റെ 3 കുട്ടികളാണ്, അവർക്ക് ജോലിക്കാരാണെങ്കിൽ കൂടി അവർ ആ ജോലികളുണ്ടെങ്കിൽ അവരെപ്പോഴും ഞങ്ങളുടെ കൂടെയുണ്ട്. ഒരു നല്ല ഫാമിലി ലൈഫ് ലീഡ് ചെയ്യാൻ അതുകൊണ്ട് സാധിക്കുന്നു. അവരുമായിട്ടുള്ള ബന്ധം നന്നാക്കാൻ എനിക്ക് സാധിക്കുന്നു. അങ്ങനെയുള്ള പല കാര്യങ്ങളും ഒരു ചെറിയ തീരുമാനത്തിൽ നിന്നാണ്. എൻ്റെ കൂടെ അന്ന് ജോലി ചെയ്തിരുന്നവരാരും ആ ഒരു തീരുമാനം എടുത്തില്ല. അവരെന്നെ എല്ലാം കളിയിക്കും, നീ ഒരു പൊട്ടനാണ്, നീ ആരെങ്കിലും ഇത്രയും കാശ് കൊടുത്ത് ഇങ്ങനെയുള്ള കാര്യങ്ങൾ അറ്റൻഡ് ചെയ്യുമെന്നൊക്കെ പറഞ്ഞ വ്യക്തികളുണ്ട്. പക്ഷേ എനിക്ക് ഇപ്പോഴും ഞാൻ ആലോചിക്കുകയാണ്, ഏകദേശം 25 വർഷം മുമ്പ് നടന്ന സംഭവത്തിൽ ഞാൻ അദ്ദേഹത്തിനെ സെർച്ച് ചെയ്ത്, അന്ന് ക്ലാസ് എടുക്കാൻ വന്ന വ്യക്തിയെ ഗൂഗിൾ വന്നതിന് ശേഷം അയാളെ സെർച്ച് ചെയ്ത് ഞാൻ വിളിച്ച് അദ്ദേഹത്തിന് താങ്ക്സ് പറഞ്ഞിട്ടുണ്ട്. പ്രായമൊക്കെ ആയ ആള്. അതാണ് ഇതിനകത്തുള്ള ഏറ്റവും വലിയ. നിങ്ങളുടെ ഭാവി സ്വന്തമാക്കാൻ നിങ്ങൾ തയ്യാറാണെങ്കിൽ യെസ് എന്ന് ടൈപ്പ് ചെയ്യുക. ഒന്നും ഇതിനകത്തൊന്ന് നിങ്ങൾ തയ്യാറാണ്. രവി കുറച്ചു നേരം ഔട്ടായിരുന്നു. നിങ്ങൾ ഈ പറഞ്ഞ കാര്യങ്ങൾ തയ്യാറാണെങ്കിൽ ഒന്ന് തംസ് അപ്പ് കാണിക്കാവോ? നിങ്ങൾ ഈ കമ്മ്യൂണിറ്റിയിലേക്ക് വരാൻ താല്പര്യമുണ്ടെങ്കിൽ ഒന്ന് അറിയിക്കുക. യെസ്, ഞാനിപ്പോൾ ലിങ്ക് ഇട്ട് തരാം. നിങ്ങൾ ആ പേയ്മെന്റ് നടത്തി കഴിഞ്ഞാൽ നാളെ നിങ്ങളുടെ എക്സസൈസ് പ്രോഗ്രാമിലേക്കുള്ള 8:30 എക്സസൈസ് ചെയ്യുന്ന എങ്ങനെയാണ്, ഏതൊക്കെ പ്രിക്കോഷൻസ് എടുക്കുന്നത് എന്നുള്ള കാര്യങ്ങളെ കുറിച്ച് ക്ലാസ് നാളെ 8:30 ഉണ്ടായിരിക്കും. നിങ്ങൾക്ക് അറ്റൻഡ് ചെയ്യാം. ഞാൻ ലിങ്ക് അയച്ചു തരാം. അപ്പോൾ കേൾക്കണ്ടോ? 1 മിനിറ്റ് നമ്മൾ ചോദ്യങ്ങൾ ചോദിക്കാം. ഒരു നിമിഷം. ഞാനിപ്പോ ഞാൻ പറഞ്ഞ റിയാദിലാണ്. അടുത്ത ആഴ്ച നാട്ടിൽ പോകും. ഞാൻ നാട്ടിൽ ചെന്നതിന് ശേഷം ബുധനാഴ്ചക്ക് ശേഷമാണ് നിങ്ങളെ ഇതിൽ പങ്കെടുക്കാൻ കഴിയുള്ളൂ എനിക്ക്. ഓക്കെ, അതൊരു കുഴപ്പമില്ല സാർ. അപ്പൊ നിങ്ങളെ എന്താ ചെയ്യേണ്ടത്? ബുധനാഴ്ച മുതൽ നിങ്ങൾ പേയ്മെന്റ് ഇന്ന് നടത്തിക്കോളൂ. നിങ്ങൾ എന്നിട്ട് കോഴ്സ് നിങ്ങൾക്ക് അറ്റൻഡ് ചെയ്യാം. ഇപ്പോൾ അവിടെ ഇരുന്നുകൊണ്ട് എൻ്റെ കോഴ്സുകളുണ്ടല്ലോ, അത് നിങ്ങൾക്ക് അറ്റൻഡ് ചെയ്യാൻ സാധിക്കും. അത് അറ്റൻഡ് ചെയ്തോളൂ. എന്നിട്ട് നിങ്ങൾ ബുധനാഴ്ച വന്നു കഴിയുമ്പോൾ എന്നെ കോൺടാക്ട് ചെയ്ത് കഴിയുമ്പോൾ നിങ്ങൾക്ക് സാറ്റർഡേ ആണ് ഹെൽത്തിനെ കുറിച്ചുള്ള വെബിനാർ നടക്കുന്നത്. അതെല്ലാം നിങ്ങൾ ബുധനാഴ്ച വന്നതിന് ശേഷം എന്തെങ്കിലും സൗകര്യം ഉണ്ടെങ്കിൽ ഞാൻ നിങ്ങൾ എക്സർസൈസ് ചെയ്യുന്നതിൻ്റെ പ്രിക്കോഷൻസ് എടുക്കണം. ആ പ്രിക്കോഷൻസ് എടുത്താൽ മാത്രമേ അതുകൊണ്ട് കാര്യമുള്ളൂ. ഇപ്പം ഞാൻ ലിങ്ക് അയച്ചിട്ടുണ്ട്. ആ ലിങ്കിൽ പേയ്മെന്റ് നടത്തി. സാർ ഒരു പേയ്മെന്റ് നടത്തിയിട്ടാണല്ലോ വന്നത്, 15 രൂപ മുടക്കിയിട്ടുണ്ടല്ലോ അല്ലേ? പേയ്മെന്റ് നടത്തിക്കോളൂ. അപ്പൊ നിങ്ങൾക്ക് കോഴ്സിലേക്ക് വരും. ആ കോഴ്സിലേക്ക് വന്നു കഴിയുമ്പോൾ നിങ്ങൾക്ക് ആ കോഴ്സൊക്കെ അറ്റൻഡ് ചെയ്യാൻ സാധിക്കും. അതപ്പോൾ ഞാൻ ഈ ലിങ്ക് കൊടുത്തിട്ടുണ്ട്. ഇനി ഓക്കെ കിട്ടിയ വന്നിട്ടുണ്ട്.
ആ അപ്പൊ അതിനകത്ത് പേയ്മെന്റ് നടത്തി വന്നു കഴിയുമ്പോൾ നിങ്ങൾക്ക് ആ കോഴ്സ് അറ്റൻഡ് ചെയ്യാനുള്ള കാര്യങ്ങൾ നിങ്ങൾ പറഞ്ഞു തരാം. അതിനകത്ത് ചെയ്ത് കഴിയുമ്പോൾ എന്നെ ഒന്ന് കോൺടാക്ട് ചെയ്താൽ മതി. ഞാനത് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ഒരു കോഴ്സസ് എന്ന് പറഞ്ഞൊരു ഏരിയ ഉണ്ട്, ഞാനിപ്പോൾ കാണിച്ചു തരാം. കാണുന്നുണ്ടോ? ഇതുപോലെ ഒരു ഡാഷ്ബോർഡിലേക്ക് വരിക. ഇവിടെ ഡാഷ്ബോർഡ് വരുമ്പോൾ ഡാഷ്ബോർഡ്, ഫീഡ്, വർക്ക്ഷോപ്പ് ഈ മുകളിൽ കാണുന്നുണ്ടോ? ഈ കോഴ്സ് ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ ഇങ്ങനെ നിങ്ങൾക്ക് പേജ് വരും. ഇപ്പൊ പേയ്മെന്റ് നടത്തി കഴിയുമ്പോൾ ഓട്ടോമാറ്റിക്കലി നിങ്ങളുടെ ഇമെയിലിലേക്കും അത് വരുന്നുണ്ടാവും. ഓക്കെ, അപ്പൊ അത് എടുത്തു കഴിഞ്ഞാൽ ഇത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ വീഡിയോ ആയിട്ടാണ് ക്ലാസ്സുകൾ നടക്കുന്നത്. ആ ക്ലാസ് നിങ്ങൾക്ക് അറ്റൻഡ് ചെയ്യാം. അത് ഏത് സമയത്ത് വേണമെങ്കിലും എടുക്കാവുന്നതാണ്. അങ്ങനെ കുറെ കോഴ്സുകളുണ്ട് ഹെൽത്തുമായിട്ട് ബന്ധപ്പെട്ട പല കാര്യങ്ങളും അതിനകത്തുണ്ട്. അത് ബുധനാഴ്ച തൊട്ട് സാർ അറ്റൻഡ് ചെയ്തോളൂ. അതിനുശേഷം ബുധനാഴ്ച ഇവിടെ എത്തിയതിനു ശേഷം എന്നെ കോൺടാക്ട് ചെയ്യുക. എക്സർസൈസ് ചെയ്യാനുള്ള പ്രോഗ്രാം. അപ്പൊ ഫാമിലി ആയിട്ട് നിങ്ങൾ നാട്ടിലേക്ക് വരുവാണോ? അല്ലല്ല, ഞാൻ ഒരു മാസം നാട്ടിലേക്ക് കഴിഞ്ഞ് ഇങ്ങോട്ട് തന്നെ തിരിച്ചു വരും. ഓക്കെ, അപ്പൊ നിങ്ങൾ ഒരു മാസം നിങ്ങൾക്ക് പ്രാക്ടീസ് ചെയ്യാം. അപ്പൊ അവിടെ രാവിലെ ഞങ്ങൾ 6:15 പറയുമ്പോ അല്ല, ഈ ഒരു മാസം അവിടെ നാട്ടിൽ നിന്ന് ഞാൻ എന്താണ് നാളെ മുതൽ കുറച്ച് തിരക്കിലാണ്. ഈ സമയങ്ങൾ എനിക്ക് കീപ്പ് ചെയ്യാൻ പറ്റില്ല. അപ്പൊ ഞാൻ ഇത് കണ്ടിന്യൂ ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ട്. ഒരു മാസം നാട്ടിലിരുന്നും പിന്നെ ശേഷം ഇവിടെ ഇരുന്നു. ഓക്കെ, ഒരു കാര്യം ചോദിച്ചിട്ടെ, നമുക്ക് ഇവിടെ 6:15 എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് ടൈം എത്ര മണിയാണ് അവിടെ? 6:15 പറയുമ്പോൾ 8:45. ഓ, അപ്പൊ സുഖമുള്ള കുഴപ്പമില്ലല്ലോ. 7 മണിയാണ് ആയിട്ടുള്ളത്. ഇവിടെ 7 മണിയപ്പം ആയിട്ടുള്ളത്. ഓക്കെ, അപ്പൊ അങ്ങനെ ആകുമ്പോ ലേറ്റ് ആണല്ലോ. അപ്പൊ ഞങ്ങൾ ഇവിടെ രാവിലെ എഴുന്നേക്കുന്ന പ്രശ്നം സാർ ഉദ്ദേശിക്കുന്നില്ല. അവിടെ ആ സമയത്ത് അറ്റൻഡ് ചെയ്താലും മതി. നിങ്ങൾക്ക് പുറമേ ഉള്ളവർ ഒത്തിരി പേര് അറ്റൻഡ് ചെയ്യുന്നുണ്ട്. അപ്പൊ ഇത് ഈ പേയ്മെന്റ് ഇപ്പൊ നടത്തിക്കോളൂ. അപ്പൊ ഞാൻ ബാക്കിയുള്ള കാര്യങ്ങൾ ചെയ്യാം. അന്ന് വന്നതിന് ശേഷം. ഓക്കെ, വേറെ എന്തെങ്കിലും സംശയങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ചോദിക്കാം. ഇത് നിങ്ങളുടെ ഫാമിലി ആയിട്ട് കണ്ടോളൂ കേട്ടോ. കോഴ്സൊക്കെ നിങ്ങൾ മക്കളെയും കാണിക്കണം. അതാണ് ചെറുപ്പക്കാർക്കാണ് ഞാൻ ഏറ്റവും കൂടുതൽ ഉദ്ദേശിക്കുന്നത്. കാരണം അവര് മനസ്സിലാക്കിയിരിക്കേണ്ട കാര്യങ്ങളാണ് കോഴ്സുകളിൽ ഉള്ളത്. അതുമാതിരി അവരും മക്കളൊക്കെ എന്ത് പ്രായമായി? മക്കളൊക്കെ വലിയ കുട്ടികളായിട്ടുണ്ട്. ഇവിടെ ഒരാൾ തന്നെ ഉള്ളൂ. പിന്നെ അവന്റെ ഭാര്യയുണ്ട്. ഒക്കെ പിന്നെ മോന് 32, മരുമോള് 26. പിന്നെ പെൺകുട്ടികളൊക്കെ ദുബായിലും അവിടെ ഇവിടെയൊക്കെയാണ്. ഓക്കെ, ഞാൻ അവർക്ക് നിങ്ങളെ ലിങ്ക് കൊടുക്കാം, താല്പര്യമുള്ളവര് പങ്കെടുക്കാൻ. ഓക്കെ. അപ്പൊ ഇത് പേയ്മെന്റ് നടത്തി കഴിയുമ്പോൾ ഓട്ടോമാറ്റിക്കലി അത് നിങ്ങൾക്ക് വരും കേട്ടോ, ലിങ്ക് വരും കേട്ടോ. ശരി. ഓക്കെ. ശരി, എന്നാ ഗുഡ് നൈറ്റ്. അവസാനിപ്പിക്കാം. വേറെ ഒന്നുമില്ലല്ലോ? ഓക്കെ, ഇല്ല, ഒന്നുമില്ല. ഓക്കെ, ഗുഡ് നൈറ്റ്.